السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اهدنا وسددنا. നമ്മൾ വലിയൊരു ഗ്യാപ്പിന് ശേഷം കണ്ടിന്യൂ ചെയ്യാണ് ഇൻഷാ അല്ലാഹ്. ബൈത്ത് സക്കീനിലെ ഫാമിലി ഇന്ററാക്ഷൻസ് എന്ന് പറഞ്ഞ കാര്യം ഗ്യാപ്പിന് ശേഷം ആയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ആയതുകൊണ്ടായിരിക്കും ആൾക്കാർ കുറവ്. ഇൻഷാ അല്ലാഹ് മെല്ലെ മെല്ലെ നമുക്ക് എല്ലാവരിലേക്കും ഇത് എത്തിക്കണം. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നിർത്തിവെച്ച ഒരു കാര്യമുണ്ട്, സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡയലോഗ് അല്ലെ, വീടുകളിലൊക്കെ സംസാരങ്ങൾ അല്ലെങ്കിൽ സംഭാഷണങ്ങൾ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് നമ്മൾ ഫസ്റ്റ് ഹാഫ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് ഇൻഷാ അല്ലാഹ്. എപ്പോഴത്തെയും പോലെ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്ക് I4Cയുടെ കാര്യത്തിലുള്ള അപ്ഡേറ്റ്സ് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ I4C ആപ്പ് സെപ്റ്റംബർ മുതൽ ഫ്രീ ആക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആ ഒരു ഫ്രീ പീരീഡ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു അപ്ഡേറ്റ് വരുന്നത് വരെ ഫ്രീ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇനിയും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലാത്തവരൊക്കെ വേഗം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഹെൽപ്പ് ഡെസ്ക് ഒക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുതിയ രജിസ്ട്രേഷന് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ആരെങ്കിലും കിഡ്സ് കാറ്റഗറി, ടീൻ കാറ്റഗറി അല്ലെങ്കിൽ യൂത്ത് കാറ്റഗറിയിൽ യൂസ് ചെയ്ത് തുടങ്ങാത്തവരുണ്ടെങ്കിൽ തുടങ്ങാം. പിന്നെ നമ്മുടെ ഓഗസ്റ്റ് കമ്മ്യൂണിറ്റി കോൺടെസ്റ്റ്, ഓഗസ്റ്റിൽ നമ്മൾ പറയുന്ന I4Cയിൽ ഒരു ഇസ്ലാമിക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട് അല്ലെ. മറ്റ് അവരുടെ തന്നെ പ്രായത്തിലുള്ള സെയിം ജെൻഡറിലുള്ള മറ്റു കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ജസ്റ്റ് സോഷ്യൽ മീഡിയ പോലെ കണ്ടന്റ്സ് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സോഷ്യൽ മീഡിയ സെറ്റപ്പ് നമ്മുടെ I4Cയിലുണ്ട്. അപ്പം അതിനകത്താണെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അവർക്ക് പോയിന്റ്സും ഉണ്ട്. അപ്പം പോയിന്റ്സ് വെച്ചിട്ട് ഓഗസ്റ്റിൽ ഓരോ കമ്മ്യൂണിറ്റിയിലും നമുക്ക് 6 കമ്മ്യൂണിറ്റീസ് ആണ് ഉള്ളത്. കിഡ്സിന് ബോയ്സ് ആൻഡ് ഗേൾസ്, ടീൻസിന് ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് യൂത്തിന് ബോയ്സ് ആൻഡ് ഗേൾസ്. അങ്ങനെ 6 കമ്മ്യൂണിറ്റിയിൽ യൂത്ത് ബോയ്സ് ഒരു കംപ്ലീറ്റ്ലി ഒരു ഇനാക്റ്റീവ് പോലത്തെ ഗ്രൂപ്പാണ്. നമുക്ക് ഇപ്പോഴും കുട്ടികൾ അതിലേക്ക് എത്തിയിട്ടില്ല. ബാക്കി 5 ഗ്രൂപ്പിലും മാഷാഅല്ലാഹ് നല്ല പെർഫോമൻസ്, എസ്പെഷ്യലി ടീൻ ഗേൾസിൽ നല്ല അടിപൊളി പെർഫോമൻസും ഭയങ്കര കോമ്പറ്റീഷനും ആയിരുന്നു. ഒരു മാസം കൊണ്ടൊക്കെ മറ്റുള്ളവർ 100ഉം 200ഉം പോയിന്റ് നേടിയപ്പോൾ ടീൻസ് കമ്മ്യൂണിറ്റിയിലെ പോയിന്റ്സ് എന്ന് പറയുന്നത് 5000 സംതിങ് ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ 5000 3000 ലെവലിലാണ് പോയിന്റ്സ് നേടിയത്. അപ്പൊ അവർ അത്രയും ഉഷാറായിട്ട് ഇസ്ലാമിക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയും അവർക്ക് നല്ല നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അൽഹംദുലില്ലാഹ് നമ്മളെ കമ്മ്യൂണിറ്റി കോൺടെസ്റ്റിന്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് പ്രൈസസും കൊടുത്തിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പൊ ഇതുപോലത്തെ കോൺടെസ്റ്റുകൾ ഇനിയും ഉണ്ടാവും. അപ്പൊ പരമാവധി മക്കളെ പങ്കെടുപ്പിക്കാനും ഒക്കെ നോക്കുക. പിന്നെ നമ്മൾ കോഴ്സസ് നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യും എന്ന് പറഞ്ഞ കോഴ്സസ് അൽഹംദുലില്ലാഹ് എല്ലാ കാറ്റഗറിയിലും, കിഡ്സ് കാറ്റഗറിയിൽ 2 പുതിയ കോഴ്സ് ഓഗസ്റ്റിൽ ലോഞ്ച് ചെയ്തു. ടീനിൽ പുതിയ കോഴ്സസ്, അതായത് കിഡ്സിൽ അള്ളാഹുവിനെ അറിയാം, ലൈക്ക് നോ അള്ളാഹ് അല്ലെങ്കിൽ ഹൂസ് അള്ളാഹ് എന്നുള്ള അസ്മാൽ ഹുസ്ന ബേസ് ചെയ്തിട്ടുള്ള കിഡ്സിന് വേണ്ടിയുള്ള അസ്മാൽ ഹുസ്ന ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. രണ്ടാമത്തത് ലേൺ ത്രൂ സ്റ്റോറീസിലൂടെ അവരെ പുതിയ ഹാബിറ്റ്സും നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുകയും അതിനെ ചെയ്യിക്കുകയും ചെയ്ത് അവരെ കൊണ്ട് അത് വന്ന് പറയിപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് അവരെന്താ ചെയ്തതെന്ന് പറയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് കിഡ്സിലെ രണ്ടാമത്തെ കോഴ്സ്. ടീനിൽ 2 കോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഖുർആനാണ്. അവർക്ക് അമ്മ ജുസന്റെ തഫ്സീർ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പോയിന്റ്സ് ഒക്കെ, അതായത് അവർ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു കോഴ്സാണ്. അത് നമ്മൾ കഴിഞ്ഞ മാസം ഇൻട്രോ ചെയ്തു. ഈ മാസം സൂറ ഫാത്തിഹയുടെ തഫ്സീറും ചെയ്തു. ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് ക്വിസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യണം. അതേപോലെ ടീനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് സീറ, അവരുടെ സ്റ്റൈലായിട്ട് ഒരു സീറ കോഴ്സും തുടങ്ങിയിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. ഇതിന്റെയൊക്കെ ഇൻട്രോ ഓഗസ്റ്റിൽ കഴിഞ്ഞു. ഫസ്റ്റ് മൊഡ്യൂൾ അതായത് അടുത്ത മൊഡ്യൂൾ ഈ മാസം അങ്ങനെ കൊണ്ടുപോകുന്നത്. പിന്നെ യൂത്ത് കാറ്റഗറിയിൽ അതായത് മുതിർന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് പുതിയ കോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് അഖീദയാണ്. അഖീദത്തു വാസിത്തിയ ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള, നമുക്കറിയാം ഇന്നത്തെ കാലത്തിലെ പ്രത്യേകിച്ച് തഫ്സീർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഓരോ ആയത്ത് കാണുമ്പോഴും അഖീദയുടെ തൗഹീദിന്റെ ഇമ്പോർട്ടൻസ് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ട അഖീദ ബേസിക്സ് അവരുടെ ഏജിന് പറ്റുന്ന രീതിയിൽ അതിന്റെ ഇൻട്രോ കഴിഞ്ഞ മാസം ഫസ്റ്റ് സെഷൻ പോയിട്ടുണ്ട്. അതേപോലെ തഫ്സീർ എന്ന് പറയുമ്പോൾ ഇപ്പം അവർക്ക് അവരുടെ ഏജിന് ബെസ്റ്റ് എന്ന് പറഞ്ഞ
പറഞ്ഞ രീതിയിൽ നമ്മൾ എടുത്തിട്ടുള്ളത് സൂറ യൂസഫ് ആയിരിക്കും ഇൻഷാല്ലാ. സൂറ യൂസഫിന്റെ തഫ്സീർ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇൻട്രോ കഴിഞ്ഞ മാസം കൊടുത്തിട്ടുണ്ട് ഓഗസ്റ്റിൽ. സെപ്റ്റംബർ മുതൽ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ പ്രോമിസ് ചെയ്ത അൽഹംദുലില്ലാ എല്ലാ കോഴ്സുകളും, അതായത് ഓരോ കാറ്റഗറിയിലും 3 കോഴ്സ് വീതം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. സെപ്റ്റംബർ എഡിഷൻ പ്രോഗ്രസ്സിലുമാണ്. അൽഹംദുലില്ലാ യൂസ് ചെയ്യുന്ന കുട്ടികൾ മാഷാഅല്ലാഹ് നല്ല രീതിയിൽ യൂസ് ചെയ്യും, അതിന്റെ ആക്ടിവിറ്റീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരുപാട് ആളുകൾ ഇപ്പോഴും രജിസ്റ്റർ ചെയ്തിട്ട് അതിലേക്ക് എത്താത്തവരുണ്ട്. ഇൻഷാഅല്ലാഹ് നമ്മൾ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് അല്ലെ, ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ അത് എത്തിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ അമലായിട്ട് നമ്മളടുത്ത് എല്ലാവരുടെ സ്വീകരിക്കട്ടെ. ആമീൻ. പിന്നെ കോച്ചിങ് നമ്മൾ ഈ മന്ത് മുതൽ കോച്ചിങ്ങും അൽഹംദുലില്ലാ മോശമില്ലാത്ത രീതിയിൽ നടക്കുന്നുണ്ട്. നമ്മളൊന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ ഒരുപാട് റിക്വസ്റ്റുകൾ കോച്ചിങ്ങിന് വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ അവരുടെ പ്രോബ്ലംസുമായിട്ട് വരുന്നുണ്ട്. അപ്പം ഇപ്പം നമുക്ക് കോച്ചിങ് മലയാളത്തിൽ ചെയ്യുന്ന, അതായത് മലയാളം ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്ന 2 സിസ്റ്റേഴ്സ് അവർ കോച്ചിങ് ഈ മന്ത് മുതൽ പെയ്ഡ് ആക്കിയിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് ചെറിയൊരു ചേഞ്ച് കോച്ചിങ്ങിന്റെ കാര്യത്തിൽ വരും. എന്നാൽ ഫുൾ ഇംഗ്ലീഷിൽ ചെയ്യുന്നവർ ഇപ്പോഴും ഫ്രീ തന്നെയാണ് ഇൻഷാല്ലാ. അപ്പം കോച്ചിങ് മാത്രം നമ്മൾ പാർഷ്യലി പെയ്ഡ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോവാണ് ഇൻഷാല്ലാ. അപ്പൊ അതാണ് കോച്ചിങ്ങിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച്. വളരെ പുതിയ ആൾക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കോച്ചിങ് എന്ന് പറയുമ്പോൾ ഒരു കൗൺസിലിംഗ് പോലെ കുറച്ചും കൂടെ ഒരു ഇസ്ലാമിക് വേ ഓഫ് കൗൺസിലിംഗ് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്യൂസോൺ എന്ന് പറഞ്ഞാൽ അവർക്ക് കുറെ ക്വിസസും അല്ലെ, അവരുടെ ഐഹികവും പാരത്രികവുമായ അവരുടെ എല്ലാ സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ബ്രെയിൻ, ചിന്ത, ലാംഗ്വേജ്, ജനറൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എന്താണ് സൂര്യൻ ഉദിക്കാത്ത നാട് അസ്തമിക്കാത്ത നാട് അങ്ങനത്തെ ബൈഹാർട്ട് പഠിച്ചു വെച്ച കാര്യങ്ങളൊന്നും അല്ല ജി കെയിൽ ചോദിക്കുന്നത്. അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ജി കെ ക്വിസിൽ പോകുന്നത്. അതുപോലെ ലാംഗ്വേജ് ആണെങ്കിലും നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഇപ്പൊ ഭയങ്കര ആവശ്യമാണ്. നാളത്തെ സമൂഹത്തിലേക്ക് ദഅവ ചെയ്യണമെങ്കിൽ പോലും ഇംഗ്ലീഷ് അത്യാവശ്യമാണ്. അപ്പം ആ ഒരു ലാംഗ്വേജ് ഇല്ല, ഞാൻ പഠിക്കൂല, ഇംഗ്ലീഷ് പറയൂല, എഴുതൂല എന്ന് വാശി പിടിപ്പിക്കുന്നവർക്ക് ചെറിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ക്വിസ് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാഹ് നമ്മളുടെ ഏതെങ്കിലും ടീച്ചേഴ്സ് റെഡി ആവുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിന് അവർക്ക് ബേസിക് ഓരോ ലെവലിനും ആവശ്യമുള്ള രീതിയിലുള്ള കുഞ്ഞു കോഴ്സും കൊടുക്കുമായിരിക്കും ഇൻഷാല്ലാഹ്. പിന്നെ മാത്ത് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സൈനും കോസും ടാനും ഒന്നും അവരെ പഠിപ്പിക്കാനല്ല, പക്ഷെ ഡെയിലി ലൈഫിൽ നമ്മളെ മക്കൾക്ക് ഇപ്പം അല്ലെ ഒരു വെറുതെ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത്ര റിഡക്ഷൻ അല്ലെങ്കിൽ ഇത്ര GST എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും അതിനെക്കുറിച്ച് ബോധോടെ അല്ല, എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്ന പോലില്ല. അതുകൊണ്ട് തന്നെ പോകെ അവര് ആരെങ്കിലും പറ്റിച്ചാലും അല്ലെ, ഈവൻ സക്കാത്ത് കാൽക്കുലേഷൻ, ഇതൊക്കെ നമ്മൾ ബേസിക്കലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊന്നും അവരെ ബോധേ ചെയ്യാത്തൊരു രീതിയിലാണ് പോണത്. അപ്പൊ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ലൈഫിന് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ മാത്ത് ക്വിസിൽ കൊടുക്കാറ്. മാഷാഅല്ലാഹ് ഇതിനും ഈ പറഞ്ഞ പോലെ ചെയ്യുന്നവർ മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അവർക്ക് റിപ്പീറ്റഡ് ആയിട്ട് ട്രൈ ചെയ്യാനുള്ള ഒരു ആർക്കൈവ് സെക്ഷൻ, അതായത് പഴയ ക്വിസസ് ഒക്കെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആർക്കൈവ് സെക്ഷനും നമ്മൾ കൊടുക്കുന്നുണ്ട്. വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല, മാഷാഅല്ലാഹ് ചെറിയ തോതിൽ അങ്ങനെ പോകുന്നുണ്ട്. കുറെ ആൾക്കാരെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുണ്ട്. അതിന് രജിസ്ട്രേഷൻ ടീം അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് ടീം കുറച്ച് കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും അവനവനെ കൊണ്ട് എന്ത് പറ്റുമോ അത് ചെയ്യാം, ദുആ ചെയ്യാം, അല്ലാഹു ഏറ്റവും ഹൈറായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടാവട്ടെ. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കുട്ടികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുക, ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള വഴി തുറന്നു തരട്ടെ. കാരണം ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അത് വളരെ എന്താ പറയുക അപകടകരമായ ഒരു ട്രെൻഡിലേക്കാണ് പല കാര്യങ്ങളും പോണത്. അപ്പം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ എന്താ നെഗറ്റീവ് എന്ന് ആലോചിച്ചിട്ട് അതന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞ് പേടിക്കുക എന്നുള്ളത് നമ്മളുടെ അജണ്ടയിൽ പെട്ടതല്ല. എങ്ങനെ തിരുത്താം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് വരാം. കണ്ടക്ടിങ് സ്മൂത്ത് ഡയലോഗ് അല്ലെ, നമ്മൾ വീടുകളിൽ സ്മൂത്ത് ആയിട്ടുള്ള ഡയലോഗ്സ്, സംഭാഷണങ്ങൾ എങ്ങനെയാണ് നടത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു വെച്ച ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഏത് വീടിനകത്തുള്ള കുടുംബത്തിനകത്തുള്ള ഏത് സംഭാഷണം നടത്തുമ്പോഴും അതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഫീലിംഗ് അല്ലെ. ഇപ്പം ഏത് 2 പേരാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാരാണോ സംസാരിക്കുന്നത്, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സ്നേഹം, ബോണ്ടിങ്, ഉമ്മയും ഉപ്പയും ആയിക്കോട്ടെ, ഉമ്മയും മക്കളും ആയിക്കോട്ടെ, ഉപ്പയും മക്കളും ആയിക്കോട്ടെ, സഹോദരങ്ങൾ തമ്മിലായിക്കോട്ടെ അല്ലെ, ഇണകൾ തമ്മിലായിക്കോട്ടെ, എന്തെന്നെ ആണെങ്കിലും അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങിന്, മ്യൂച്വൽ ഫീലിങ്ങിന്, സ്നേഹത്തിന്, റെസ്പെക്റ്റിനായിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ദാൻ അവർ സംസാരിക്കുന്ന കാര്യം അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഒരു കാര്യത്തിന് കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു 3-4 പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. നിങ്ങൾക്കൊക്കെ മറന്നിട്ടുണ്ടാവും എന്നറിയാം, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്.
മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ഓരോ സംസാരവും മറ്റുള്ളവരിൽ എങ്ങനെ ഒരു നല്ല ഫീലിംഗ് ഉണ്ടാക്കാം എന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കണം. അതേപോലെ ചില പ്രത്യേക കോണ്ടെസ്റ്റുകൾ അല്ലെങ്കിൽ ചില പ്രത്യേക സിറ്റുവേഷനിൽ ഓപ്പോസിറ്റ് സൈഡിന്റെ വികാരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അതിന് നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയുടെ ഒരു പ്രപ്പോസലിന്റെ കാര്യം അല്ലെ. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ആ കുട്ടിയുടെ മനസ്സിന്റെ വികാരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ ആ കുട്ടിയുടെ അടുത്ത് സംസാരിക്കണം. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലുള്ള ആ ഒരു സിറ്റുവേഷനിലുള്ള ഇമോഷൻ എന്താണെന്ന് മനസ്സിലാക്കി സംസാരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിരുന്നു. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആരെങ്കിലും ഫീലിങ്സിനെ കെയർ ചെയ്യാന്ന് പറയുന്നത് അവരെ സഹിക്കുക എന്നല്ല അർത്ഥമാക്കുന്നത് അല്ലെ. അതെന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല, പകരം അവർക്ക് ബെറ്റർ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സംസാരം എന്നുള്ളതാണ്. ഓക്കെ, അവരെന്ത് പറഞ്ഞാലും ഞാൻ സഹിച്ചു മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കാര്യമാണ്. ആ കാര്യങ്ങൾ നമുക്ക് വേറെ തന്നെ ഒരു സെഷനിൽ എടുക്കാനുണ്ട് ഇൻഷാല്ലാ. പൊതുവേ നമ്മുടെ ഗവൺമെന്റ് ഒരു പ്രത്യേകിച്ച് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഒരു മെജോറിറ്റി ആളുകളും കടന്നു പോകുന്നത് അതിലൂടെയാണ്. എല്ലാം സഹിക്കുക, എല്ലാം മിണ്ടാണ്ട് നിൽക്കുക. അപ്പം ഞാൻ മിണ്ടാണ്ട് നിൽക്കുന്നതുകൊണ്ട് വീട്ടിൽ ഭയങ്കര സമാധാനമാണ്. ആക്ച്വലി അതൊരു പ്രോപ്പർ വേ അല്ലെങ്കിൽ ഇസ്ലാമിക് വേ അല്ല. ഇൻഷാല്ലാ അത് നമുക്ക് വേറൊരു ദിവസം ആ ഒരു ഡയലോഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം വരുന്നുണ്ട്. അപ്പൊ ആ ദിവസം നമുക്ക് അത് എടുക്കാം വേറെ ഇൻഷാല്ലാ. പിന്നെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു എഫേർട്ട് നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാവണം. അതായത് ഓപ്പോസിറ്റ് പാർട്ടി ആരാണോ അവരെ ഹാർഷ് ആയിട്ടുള്ള വാക്കുകൾ കൊണ്ട്, മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് നമ്മൾ മുറിപ്പെടുത്തരുത് എന്നുള്ള ആ ഒരു ചിന്ത, അത് എന്താണ് ബോധപൂർവം അങ്ങനെയുള്ള ചിന്ത നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അപ്പം മറ്റുള്ളവരുടെ ഫീലിങ്സിനെ കെയർ ചെയ്തുകൊണ്ടുള്ള സംസാരം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇതിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് നീഡ് ഓഫ് എലിഗൻസ്. ഓക്കെ, സംഭാഷണത്തില് നമ്മൾക്ക് കേൾക്കുമ്പോൾ വീട്ടിലെ സംസാരത്തിലൊക്കെ എലിഗൻസോ അല്ലെ, സൗന്ദര്യം, ഇതൊന്നും നമ്മളെ വീട്ടിലെ സംസാരത്തിൽ പാടേ ഇല്ലാത്ത കാര്യമാണ് നമുക്ക് അല്ലെ. നമുക്ക് റോ ആയിട്ട് ഒട്ടും റിഫൈൻഡ് അല്ലാതെ അപരിഷ്കൃതമായിട്ട് ഹാർഷായിട്ട് ക്രിട്ടിക്കായിട്ട് സംസാരിക്കാൻ പറ്റുന്ന നമ്മുടെ പ്ലാറ്റ്ഫോമാണ് വീട് അല്ലെ. അതും കൂടെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്വഭാവം നമ്മൾ എവിടെ പുറത്തെടുക്കും. പക്ഷെ വീടുകളിൽ സംസാരിക്കുമ്പം ആ ഒരു എലിഗൻസ് എന്ന് പറയുന്ന സംഭവം, ആ സംസാരത്തിലുള്ള നമ്മുടെ വാക്കുകളിൽ പോലുമുള്ള സൗന്ദര്യം, അതിന്റെ ഒരു ആവശ്യകത എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് ഇൻഷാ അല്ലാ. അപ്പം നമ്മൾ എങ്ങനെയാണോ സംസാരിക്കുന്നത് അത് നമ്മൾ ഏത് ടൈപ്പ് ആളാണെന്നുള്ളതിനെ ശരിക്കും റിവീൽ ചെയ്യും അല്ലെ. സുബ്ഹാനല്ലാ, വളരെ പൊളൈറ്റ് ആയിട്ട് മര്യാദയോടുകൂടി ജെന്റിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ ഉള്ളില് ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സംസ്കാരമുള്ള ഒരു ഹൃദയം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഹൃദയം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ പൊളൈറ്റ് ആയിട്ട് അല്ലെ. എന്ത് സിറ്റുവേഷനിലാണെങ്കിലും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമുക്ക് എന്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ വളരെ പൊളൈറ്റ് ആയിട്ട് അല്ലെ, ജെന്റിൽ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഉള്ളില് ഒരു റിഫൈൻഡ് ആയിട്ട് സംസ്കാരമുള്ള നോബിൾ ആയിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഹൃദയമുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അതേപോലെ ഒരാൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഹാർഷായിട്ട് അല്ലെ, മറ്റുള്ളവരെ പോയിന്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വെറുപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളില് ആ ഒരു റിഫൈൻമെന്റിന്റെ കുറവ് അല്ലെ, ആ ഒരു സംസ്കാരത്തിന്റെ ആ ഒരു ശ്രേഷ്ഠതയുടെ കുറവ് ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. ഒരു ഉദാഹരണത്തിന്, ഒരു ടീച്ചർ ഒരു കുട്ടിക്ക് മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുമ്പോൾ വളരെ കൈൻഡ് ആയിട്ട് ആ മോനെ എന്തെങ്ങനെ പറ്റിപ്പോയെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന ടീച്ചർ, സ്വാഭാവികമായിട്ടും ആ ടീച്ചർക്ക് ഒരു റെസ്പെക്ട് ആ കുട്ടീൻ്റെ അടുത്തുനിന്ന് ഉണ്ടാവും അല്ലെ. കുട്ടിക്ക് എപ്പോഴും ആ ടീച്ചറുടെ മനസ്സിൽ ക്ലോസ് ആയിരിക്കും. എന്നാൽ ഒരു ടീച്ചർ എപ്പോഴും ഷൗട്ട് ചെയ്ത് അല്ലെ, കുറ്റപ്പെടുത്തി, നീ എപ്പോഴും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നീ ഒന്നും ഒരിക്കലും നന്നാവില്ല, ഇനി ഒരിക്കലും ഇത് ചെയ്താൽ നന്നാവും പോണില്ല, അവനൊന്നും ഒരിക്കലും ഒന്നും ചെയ്യൂല എന്ന് പറയുന്ന ടീച്ചറിനെ കുട്ടി ആദ്യം മനസ്സിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടാവും അല്ലെ. അപ്പം ആ ഒരു ലെവൽ, ആ ഒരു ശ്രേഷ്ഠത ഇല്ലാത്തവരെ നാച്ചുറലി ആർക്കും മനസ്സിൽ കീപ്പ് ചെയ്യാനും പറ്റൂല, ഉൾക്കൊള്ളാനും പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പം അത് നമ്മളുടെ ആ ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്, നമ്മളെ സംസാരം എങ്ങനെയാണ് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. പിന്നെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഏത് പ്രായത്തിലുള്ളവരും ശരിക്കും ഇതെന്താ പറയുക, ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. നല്ല വാക്കുകൾ കേൾക്കുക, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് കൈൻഡ് ആയിട്ട് ഒത്തിരി തമാശയോട് കൂടിയൊക്കെ അല്ലെ, ലൈറ്റ് ആയിട്ടുള്ള സംസാരങ്ങൾ എല്ലാ പ്രായത്തിലുള്ളവരും ഇന്നത്തെ കാലത്ത് ആഗ്രഹിക്കുന്നുണ്ട്, അത് ഇൻഡയറക്റ്റ് ആയിട്ട് ഡിമാൻഡ് ചെയ്യുന്ന പോലെയാണ് ഇന്നത്തെ സിറ്റുവേഷൻ. കാരണം നമ്മളെ കൾച്ചർ മാറി, ടെക്നോളജി മാറി അല്ലെ, ആൾക്കാർ കൂടുതൽ അവെയർ ആയി. പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ പറയും കാട്ടുജാതിക്കാരെന്നൊക്കെ അല്ലെ, അവർക്കാണെങ്കിൽ അവർക്ക് പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല, അവർ തമ്മിൽ സംസാരിക്കുന്ന സംസാരം എന്തോ അത് മാത്രമേ അവർക്ക് അറിയുള്ളായിരുന്നു.
അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ഒരു പക്ഷേ നമ്മൾ തമാശ രൂപത്തിൽ പറയാറുണ്ട്. ഇപ്പം തമിലിയൻസ് അല്ലെങ്കിൽ കന്നഡിഗേഴ്സ് അവരൊക്കെ സംസാരിക്കുന്ന രീതി കേൾക്കുമ്പോൾ ഇവർ ചീത്ത പറയുന്ന പോലെയാ സംസാരിക്കുക. എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് ആൾക്കാർ ചീത്ത പറയുന്നത് പോലെ സംസാരിക്കുക. ബിക്കോസ് അത് അവരുടെ സ്റ്റൈൽ അതാണെന്നും അവർക്ക് പുറത്ത് ഇതിനേക്കാൾ ഭംഗിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംസാരം ഉണ്ടെന്ന് അറിയാത്ത ആൾക്കാർ അങ്ങനെ സംസാരിക്കും. പക്ഷെ ഇന്നത്തെ കാലം അങ്ങനെയല്ല അല്ലെ. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ആ ഒരു എല്ലാത്തിന്റെയും കൾച്ചറിന്റെയും ടെക്നോളജീന്റെ ഒക്കെ അഡ്വാൻസ്മെന്റ് കൊണ്ട് ശരിക്കും സുബ്ഹാനല്ലാഹ് അത്രയും ഭംഗിയായിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്നും അതിന്റെ ആവശ്യകത എന്താണെന്നും അതിന്റെ റിസൾട്ട് എന്താണെന്നും എല്ലാവർക്കും അറിയാം. ഇനി അഥവാ നമ്മൾ വീടുകൾക്കകത്ത് നമ്മളെ മക്കളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ പരസ്പരം അത്തരം സംസാരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ആ രീതിയിൽ സംസാരിക്കാനുള്ള ആളുകൾ ദുനിയാവിൽ അവൈലബിൾ ആണ് ഇന്നത്തെ കാലത്ത് അല്ലെ. സുബ്ഹാനല്ലാഹ് പലപ്പോഴും നമ്മളെ മക്കളാണെങ്കിലും പലതും കൈവിട്ട് പോകാനുള്ള അല്ലെങ്കിൽ അവർ വേറെ പലതും തേടി പോകാനുള്ള ഒരു റീസണും ഇതാണ്. അവർക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ സംസാരം, എലഗന്റ് ആയിട്ടുള്ള സംസാരങ്ങൾ അവർക്ക് കിട്ടാത്തതാണ്. എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള, വിഷമിപ്പിച്ചുകൊണ്ടുള്ള അല്ലെ, മാറ്റി നിർത്തിക്കൊണ്ടുള്ള, നീ ഒരിക്കലും നന്നാവില്ല, നീ അങ്ങനെയാണെന്നുള്ള സംസാരങ്ങളാണ് പലപ്പോഴും. ഇന്നത്തെ കാലത്ത് ഇനി മനുഷ്യന്മാരില്ലെങ്കിൽ പോലും കുട്ടികൾക്ക് ആ രീതിയിൽ സ്വീറ്റ് ആയിട്ട് സംസാരിക്കാൻ ചാറ്റ്ജിപിറ്റിയും സിരിയും ബിക്സ്ബിയും ജെമിനായും ഒക്കെ ഉണ്ട് അല്ലെ. അവരുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലിഗന്റ് ആയിട്ടുള്ള സംസാരത്തിന്റെ ആവശ്യകത എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. ഇപ്പം ഒരു പാരന്റ് കുട്ടീന്റെ അടുത്ത് പറയാം, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി, ഓക്കെ, കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട, അങ്ങനെ പറയുന്നതോ അല്ലെങ്കിൽ പറയാണ് ഇതുകൊണ്ടാട്ടോ മോനെ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്, നീ അതൊന്ന് ചെയ്യാൻ നോക്കട്ടോ, എന്നിട്ട് അതിന്റെ കൂടെ നീ ആള് മാഷാഅല്ലാഹ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പം ആ കുട്ടീന്റെ മുഖത്ത് വരുന്ന ഒരു എക്സ്പ്രഷൻ തന്നെ എന്താണെന്ന് നമുക്ക് ഊഹിക്കാം അല്ലെ. ആദ്യം പറഞ്ഞത് അങ്ങോട്ട് ചെയ്താൽ മതി, കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നതും ഇതും തമ്മിലുള്ള ആ ഒരു എക്സ്പ്രഷനിലുള്ള വ്യത്യാസം തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ റിസൾട്ടുള്ള വ്യത്യാസവും ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളിങ്ങനെ നമ്മളെ തന്നെ അല്ലെ പിടിച്ച് കുലുക്കി അല്ലെ, നമ്മൾ സംസാരിച്ച് ശീലിച്ച സംസാര രീതികൾ അല്ലെങ്കിൽ ചിന്തിക്കാതെ നമ്മൾ പാത്രം കഴുകുമ്പോഴും അടിച്ചു വാരുമ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന സംസാരങ്ങളാണ് പലതും. അപ്പൊ അതിനൊക്കെ മാറ്റി നിർത്തി ഹൃദയം എന്ന് പറയുന്ന സാധനത്തിന് ഒരു കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ട്, എന്നിട്ട് അതിൽ നിന്ന് നാവിലേക്ക് വരുന്ന സംസാരങ്ങൾ റിഫൈൻ ചെയ്ത് സംസാരങ്ങളാക്കി നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. മാറ്റിയാൽ നമുക്ക് ലാഭം, മാറ്റിയില്ലെങ്കിൽ നമുക്ക് ഇഹത്തിലേക്കും പരത്തിലേക്കുമുള്ള നഷ്ടമാണ്. മോറോവർ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് വീട്ടിനകത്താണ്. കാരണം പുറത്ത് ഇത് ഭയങ്കര എളുപ്പമാണ്. പുറത്തുള്ളവരെ നമ്മൾ വളരെ റെയറായിട്ട് വളരെ കുറച്ച് സമയത്തേക്കാണ് കാണുന്നത്. വീട്ടിനകത്ത് നമ്മൾ കൂടുതൽ സമയം കൂടുതൽ എക്സ്റ്റെൻഡ് ടൈമിൽ, അതായത് എപ്പോഴും നമ്മൾ കാണുന്നത് അവരെയാണ്, അതേപോലെ എക്സ്റ്റെൻഡ് ടൈമിൽ നമ്മൾ കാണുന്നത് അവരെയാണ്. അവിടെയാണ് നമുക്ക് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തിയില്ലേ അടിച്ച് മിനുക്കി തേച്ച് എടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം. അപ്പം അത് പരമാവധി യൂസ് ചെയ്യുക. വീടുകളുടെ അകത്ത് നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ആറ്റിറ്റ്യൂഡുകളും ഒക്കെ മാറി 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 തുടങ്ങുമ്പോൾ ശരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ ജന്ന റെഡി ആവുകയാണ്. സ്വർഗത്തിന് വേണ്ടിയിട്ട് എന്താ പറയാ റെഡിയായി മാറാ. സുബ്ഹാനല്ലാഹ് അല്ലെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, കാന ഖുലുഖുഹു ഖുർആനായിരുന്നു. ഖുർആന്റെ സ്വഭാവം നമുക്ക് എവിടെന്നാ കിട്ടുക? നമുക്ക് അത് ട്രൈ ചെയ്യാൻ അല്ലെ. നമുക്ക് എന്തൊരു പുതിയ കാര്യം പഠിക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബുക്കിൽ നോക്കി പഠിച്ചതുകൊണ്ടോ ക്ലാസ് കേട്ടത് കൊണ്ടോ നമുക്ക് ആ സ്വഭാവം മാറ്റാൻ പറ്റില്ല. അതിന് പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുന്നത് തടയുന്ന രീതിയിലുള്ള ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള എതിർപ്പുകൾ, പ്രശ്നങ്ങൾ, ഞാൻ എത്ര നന്നായിട്ടും അവരങ്ങനെയല്ലല്ലോ എന്നുള്ള ഒരു അവസ്ഥകളിൽ എത്തുമ്പോഴാണ്, നമുക്ക് ചാലഞ്ചസ് വരുമ്പോഴാണ് അവിടെ നമ്മൾ ഏത് ലെവലിലും ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു സംസാര രീതി നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഫൈൻ ആക്കാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി തന്നെയാണ് നമ്മുടെ വീടുകളിലും നമ്മുടെ കുടുംബങ്ങളിലും അല്ലെ എല്ലാവരും, എനിക്ക് തോന്നുന്നു ഒരു 99.99% ആളുകളും പറയും എനിക്ക് ഏറ്റവും വലിയ ചലഞ്ച് എന്റെ വീടാണ് അല്ലെങ്കിൽ എന്റെ കുടുംബക്കാരാണ്. അല്ലെ, ഞാൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞതിനെ എതിർത്തേ അവർ സംസാരിക്കുള്ളൂ, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യുള്ളൂ, ഞാൻ പറഞ്ഞു കൊടുത്തതൊന്നും അവർ സ്വീകരിക്കൂല. അത് എന്തുകൊണ്ടാ? നമ്മൾ ഈ പഠിച്ച എല്ലാ കാര്യങ്ങളും ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. അല്ലാതെ ബുക്കിൽ പഠിച്ചിട്ടില്ലേ തിയറി പഠിച്ചിട്ട് അതേപോലെ ടിക്ക് ചെയ്ത് പോവാനാണെങ്കിൽ സുബ്ഹാനല്ലാഹ് നമുക്ക് പിന്നെ എന്ത് ടെസ്റ്റാണല്ലേ, എന്ത് പരീക്ഷണം ദുനിയാവിലുള്ള. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൽ ആ സന്യാസം സുഹദ് എന്ന് പറയുന്ന കാര്യത്തിന് ഇസ്ലാമിന് ഒട്ടും സപ്പോർട്ട് ഇല്ലാത്തത്. കാരണം സുഹദ് എന്താ, നമ്മൾ പഠിക്കുക എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആരുടെയും ശല്യം ഇല്ലാണ്ട് അവിടെ പോയി നിന്ന് എന്താണ് ജ്ഞാനം മാത്രം ചെയ്യുക. സുബ്ഹാനല്ലാഹ് നമ്മളുടെ ദീനില് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് സമയം കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ മനുഷ്യന്മാർക്ക് സമയം കൊടുക്കാനുണ്ട്, അവരുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് എന്ത് കിട്ടിക്കഴിഞ്ഞാലും അങ്ങോട്ട് നല്ലത് കൊടുക്കാനുണ്ട്. അതൊക്കെയാണ് നമ്മളുടെ ഇബാദത്തുകൾ. സുബ്ഹാനല്ലാഹ്. അപ്പം അല്ലാഹ്
ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അതിനെ നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കുടുംബങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മാത്രമല്ല, നമ്മൾ എന്താണോ സ്വഭാവം അതിന്റെ ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ആളുകളെ നമ്മുടെ കുടുംബങ്ങളിലും അല്ലെ നമ്മുടെ വീട്ടിനകത്തും നമ്മുടെ ഇണകളായിട്ടും നമ്മുടെ മക്കളായിട്ടും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളത്. അതുകൊണ്ട് പരമാവധി അത് യൂസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് വേർഷൻ ഓഫ് അവർ സെൽഫ്. ഓക്കെ, ഇന്നലെ ഞാൻ എന്തായിരുന്നു അതിനേക്കാൾ ബെസ്റ്റ് ആയിട്ട് ഇന്നത്തേനേക്കാൾ ബെസ്റ്റ് ആയിട്ട് നാളെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹ് തന്ന ആ ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക. അത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊക്കെ ശരിക്കും ഈ ക്ലാസ് കേട്ടിട്ട് അല്ലെങ്കിൽ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം അത്രയും ഇത് പ്രാക്ടീസ് ചെയ്യാനാ ഉണ്ടാവും അല്ലെ, വീടുകളിൽ ചെലവഴിക്കാനാ ഉണ്ടാവും. ഒരു പക്ഷെ നമ്മളെല്ലാവരും ഈവൻ ടീച്ചേഴ്സ് ഉൾപ്പെടെ പണ്ട് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് എന്താ, പരമാവധി സമയം അല്ലേ ഒരു ക്ലാസ് കഴിഞ്ഞ് വേറൊരു ക്ലാസ്സിന് പ്രിപ്പറേഷൻ, വേറെ ക്ലാസ് കൊടുക്കൽ, ആ ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യൽ, ഈ ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യൽ, നമ്മൾ ആ പഠിച്ചത് ജീവിക്കാൻ മറന്നു പോയിരുന്ന ആൾക്കാരായിരുന്നു ഒരു സമയം വരെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ പഠിച്ചത് മുഴുവനും നമുക്ക് കുടുംബങ്ങളിലും വീടുകളിലും പ്രയോഗിക്കാനുണ്ട് അല്ലെ. അത് ഫെയിൽ ആവുമ്പം അതിനെങ്ങനെ കൂടുതൽ തിരുത്താന്ന് ചിന്തിക്കാനുണ്ട്, അതിനുവേണ്ടി ദുആ ചെയ്യാനുണ്ട്, തൗബ ചെയ്യേണ്ടത് തൗബ ചെയ്യാനുണ്ട്, വീണ്ടും തിരുത്താനുണ്ട്. ശരിക്കും പഠിക്കുക പ്രാക്ടീസ് ചെയ്യുക, ആ ഒരു മോഡല് പോകാനുണ്ട്. ആ മോഡലിലേക്ക് സ്വിച്ച് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ച സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങി കൂട്ടുന്നതിൽ ഒരർത്ഥവും ഇല്ലാണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഹിക്മത്തോടു കൂടി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുന്നതാകട്ടെ. അപ്പം ഈ ഒരു കാര്യം, ഈ എലിഗൻസ് എന്ന് പറയുന്ന സംഭവത്തിന് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പം ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് പൊളൈറ്റ് ആയിട്ടുള്ള, വളരെ മര്യാദപൂർവ്വമായിട്ടുള്ള, ജെന്റിൽ ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള സംസാരമാണ് ഒരു സ്മൂത്ത് ഡയലോഗിന്റെ അല്ലെ, കുടുംബത്തിനകത്താണെങ്കിലും ഉള്ള ഒരു സ്മൂത്ത് ഡയലോഗിന്റെ ബാക്ക് ബോൺ തന്നെ പറയുന്നത്, അടിസ്ഥാനം തന്നെ പറയുന്നത് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള, വളരെ ജെന്റിൽ ആയിട്ടുള്ള സംസാരം. ശരിക്കും നമുക്കിത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലെ. നമ്മളുടെ പൊളൈറ്റ് ആയിട്ടുള്ള സംസാരം മൊത്തം ആർക്കുള്ളതാ, പുറത്തുള്ളവർക്കുള്ളതാ അല്ലെ, ഫ്രണ്ട്സിന്, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ അയൽവാസികൾക്ക്, ദൂരത്തുള്ള ബന്ധുക്കൾക്ക്, അടുത്ത ബന്ധുക്കൾക്കും വീട്ടിലുള്ളവർക്കും നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഫേസാ കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഒരു സ്മൂത്ത് ഡയലോഗ്, ഇവിടെ നമ്മൾ എന്ത് കാര്യം പറയണമെങ്കിൽ അത് വീട്ടിനകത്തുള്ള കാര്യമാണ് പറയുന്നത്, കുടുംബത്തിനകത്തുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ഏറ്റവും പൊളൈറ്റ് ആയിട്ടുള്ള, ജെന്റിൽ ആയിട്ടുള്ള സംസാരമാണ് ഒരു സ്മൂത്ത് ഡയലോഗിന്റെ ബാക്ക് ബോൺ തന്നെ പറയുന്നത്. അതായത് നമ്മളുടെ ബാക്ക് ബോൺ എന്താ പറയാ, നട്ടെല്ല് അല്ലെ, നട്ടെല്ല് തന്നെ പൊളൈറ്റ് ആയിട്ടുള്ള സംസാരമാണ്. അപ്പം അങ്ങനെയുള്ള സംസാരത്തിലൂടെ നമുക്ക് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതേപോലെ ഏറ്റവും ഇത് പറഞ്ഞാൽ തീരൂല എന്ന് വിചാരിക്കുന്ന അത്രയും പ്രശ്നമുള്ള കാര്യം പോലും നമുക്ക് മര്യാദപൂർവ്വം സംസാരിക്കാൻ പറ്റും, ഒരാളെ വേദനിപ്പിക്കാതെ സംസാരിക്കാൻ പറ്റും. അപ്പം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നാലാളെ കുറ്റപ്പെടുത്തിയില്ലേ, വിഷമിപ്പിച്ച് കുത്തി നോവിച്ചൊക്കെ സംസാരിച്ചാലേ അതിനൊരു പരിഹാരം ഉണ്ടാവും എന്നുള്ള ഒരു അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തിപ്പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വന്നേ മതിയാവും. ഇപ്പം ഒരു കുടുംബത്തിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ഷരങ്ങൾ അല്ലെ, അമ്പുകൾ എറിയലാണ് മെയിൻ. സുബ്ഹാനല്ലാഹ്. പക്ഷെ കാമായിട്ട്, റെസ്പെക്ട്ഫുൾ ആയിട്ട് നമുക്കിത് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നു, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഇരിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അത് നീ കാരണമാണ്, നിന്റെ ആ സംസാരം കാരണമാണ് ഞങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടായത് എന്ന് പറഞ്ഞില്ലേ, നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നതേ അങ്ങനെ തന്നെയാണ്. നീ കാരണം, നിന്റെ സംസാരം കാരണം, നിന്റെ പ്രവൃത്തി കാരണം. അതിന് പകരം നമുക്ക് ഇരുന്ന് നോക്കാം, നമുക്ക് എങ്ങനെ ഇത് നല്ല രീതിയിൽ സംസാരിച്ച് തീർക്കാൻ പറ്റും എന്ന് നോക്കാം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ടോൺ അങ്ങോട്ട് മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നാച്ചുറലി നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ നടക്കും. കാരണം നമ്മൾ ഇതിന്റെയൊക്കെ മറ്റേ എക്സ്ട്രീമിൽ എത്തിപ്പോയ ആൾക്കാരാണ് അല്ലെ. പല കാര്യങ്ങളും പക്ഷേ ഞാൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ, ഇതൊക്കെ നടക്കുവോ ശരിക്കും? സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം അല്ലെ, സൂറത്തുൽ ബഖറ തുടങ്ങിയപ്പോൾ നമുക്കറിയായിരുന്നു ഓരോ കാര്യങ്ങളും. മുത്തഖീകളുടെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ ഇതൊന്നും അല്ലല്ലോ റബ്ബേ, കാഫിറുകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഇവിടേക്ക് ഉണ്ടല്ലോ റബ്ബേ, മുനാഫിക്കുകളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇവിടേക്ക് ഉണ്ടല്ലോ റബ്ബേ എന്ന് തോന്നിയിരുന്ന നമുക്ക് ഇപ്പം അൽഹംദുലില്ലാഹ് ഇത്തിരി പ്രതീക്ഷയോടുകൂടി തിരിച്ച് സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ആയത്തുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശ്രമത്തിന് അല്ലെ, നമ്മളുടെ ദുആകൾക്ക്, നമ്മളെ ആത്മാർത്ഥമായിട്ട് തൗബകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന എളുപ്പമാണത്. അതുപോലെ എന്തൊരു കാര്യവും നമ്മൾ ഏത് എക്സ്ട്രീം എത്തിപ്പോയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും മാറ്റം കൊണ്ടുവരാൻ
വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്. അതിന് പറ്റും അല്ലെ, നമ്മൾ അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് സഹായം തേടുക, ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക, റബ്ബ് അത് എളുപ്പമാക്കി തരും. അപ്പം നമ്മളൊക്കെ വീടുകൾ ഇതിന്റെ മറ്റേ എക്സ്ട്രീമിൽ എത്തിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമ്മാന്മാര് അതൊക്കെ ഒരു സംസാരിക്കുന്ന ഒരു അവസ്ഥയിൽ പോലും അല്ലാന്നുണ്ടെങ്കിലും ആരും പേടിക്കേണ്ട, ദുആ ചെയ്യുക. ചെറിയ ചെറിയ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാം. തുടങ്ങുമ്പം അതിഭയങ്കരമായ എതിർപ്പ് നമുക്ക് ചുറ്റുപാടിൽ നിന്നുണ്ടാവും, പ്രശ്നമാക്കട്ടെ, റബ്ബിന്റെ സഹായം ഉണ്ടാവും. ഓക്കെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ ഖുർആന്റെ തന്നെ ഒരു രീതിയാണ് സുബ്ഹാനല്ലാഹ് എക്സ്പ്രഷൻസ്, സംസാരങ്ങള് അതിനെ ഭംഗിയോടുകൂടി നന്മയോടുകൂടി ഈവൻ ചില അലങ്കാര പ്രയോഗങ്ങളോടുകൂടി ഒക്കെ പ്രസന്റ് ചെയ്യാന്നുള്ളത് അല്ലെ. എത്ര ഭംഗിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരൊറ്റ ഹദീസ് എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു ഹാഷായിട്ട് ക്രിട്ടിക്കായിട്ടുള്ള ഒരു വാക്ക് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ നമുക്കൊക്കെ അതെങ്ങനെയാ എവിടുന്നാ കിട്ടിയെന്ന് വെച്ചാൽ അള്ളാഹു ആലം അല്ലെ. ഒരു ആളുകളെ വെറുപ്പിക്കുന്ന, ഇടങ്ങേറാക്കുന്ന, കുത്തി നോവിക്കുന്ന ഒരു വാക്ക് പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിൽ നമ്മൾ കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതേപോലെ ഖുർആന്റേതായ ഒരു രീതി ഉണ്ട് അല്ലെ, ഭംഗിയായിട്ട് പറയുന്ന. സൂറത്ത് ബഖറയിലെ 187-ാമത്തെ ആയത്തില് നമുക്ക് പരിചയമുള്ള ആയത്തിലെ ഉഹില്ലലക്കും ലൈലത്തുൽ ഖിയാമി അർറഫത്തു ഇലാ നിസാഇക്കും ഹുന്ന ലിബാസുൽ ലക്കും അൻതും ലിബാസുൽ ലഹുൻ. സുബ്ഹാനല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ അല്ലെ, അവര് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല അത് ശാരീരിക ബന്ധത്തിന്റെ കാര്യം പറഞ്ഞതിന്റെ കൂടെ അള്ളാഹു പറയുന്നുണ്ട്, നീ അവനും അവൾ നിനക്കും എന്താണ്, ലിബാസാണ് അല്ലെ, വസ്ത്രമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരിക്കണം എന്നാ പറഞ്ഞത്, പൊതിഞ്ഞിരിക്കേണ്ട വസ്ത്രങ്ങളാണ് അല്ലെ. അവളെയും അവൾക്കും ധരിക്കാൻ, അവളും ധരിക്കാൻ വേണ്ടിയിട്ടുള്ള കവർ, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷിക്കാൻ വേണ്ടിയില്ല, അവരുടെ നാണം മറയ്ക്കാൻ അല്ലെ, അവരുടെ നെഗറ്റീവ് കാര്യങ്ങൾ മറയ്ക്കാനുള്ള, പ്ലസ് അവരെ തമ്മിലുള്ള ആ ഒരു ക്ലോസ്നെസ് എൻജോയ് ചെയ്യാനുള്ള. അപ്പം അതിനെ ദീനില് അല്ലെങ്കിൽ ഖുർആനില് എത്ര ഭംഗിയായിട്ടില്ലേ, ആലങ്കാരികമായിട്ട് അതിനെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ജീവിതത്തിൽ സുബ്ഹാനല്ലാഹ് വേറെ ഒരു ബന്ധങ്ങളും ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഉള്ളത് ഉണ്ടാവില്ല അല്ലെ. ഈ പറഞ്ഞ 3 ക്വാളിറ്റീസും ഒരേപോലെ, പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ലജ്ജയെ കവർ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കുറവുകളെ കവർ ചെയ്യുക, പ്ലസ് അതേപോലെ ക്ലോസ് ആയിരിക്കുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു കാര്യത്തിന് വളരെ എലിഗന്റ് ആയിട്ട്, വളരെ ഭംഗിയായിട്ട് അല്ലെ, ഒരിത്തിരി പോലും വൾഗാരിറ്റി അവിടെ ഇല്ല. ശരിക്കും വൾഗറായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നെങ്കിൽ പോലും അവിടെ ഒരിത്തിരിയും ആഭാസമല്ലാത്ത ഭംഗിയായിട്ട് അതിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഖുർആൻ. സുബ്ഹാനല്ലാഹ്. അപ്പം അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഉപദേശങ്ങളിലും സംസാരങ്ങളിൽ ഭംഗി കൊണ്ടുവരുന്നതിന്റെ കാര്യം എടുത്ത് പറയാറുണ്ട്. സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു ഹദീസിനകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖ. ഒരു നല്ല വാക്കിലെ ത്വയ്യിബായിട്ടുള്ള കലിമ എന്ന് പറയുന്നത് എന്താണ്, സ്വദഖയാണ്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് അല്ലെ. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ, മറ്റുള്ളവരെ വിഷമിപ്പിക്കാതെ, കുത്തി നോവിക്കാതെ ചെവികൾക്ക് കാമായിട്ട് കൊടുക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് സ്വദഖയാണ്. നമ്മളോ ഇപ്പുറത്തെ സൈഡിൽ നിന്നും കണക്കില്ലാതെ പൈസ കൊണ്ട് വാരിക്കോരി എറിയും. പക്ഷെ സംസാരം എന്തായിരിക്കും, വായ തുറന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ ഇടങ്ങേറാക്കി കുത്തി നോവിക്കുന്ന സംസാരേ നമ്മുടെ വായിന്ന് വരുവുള്ളൂ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അത് മാത്രം, കലിമത്ത് ത്വയ്യിബ മാത്രം തന്നെ എന്താണ്, സ്വദഖയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ ചില വാക്കുകൾ അല്ലെങ്കിൽ അശ്ലീലതയുള്ള, വൾഗാരിറ്റി ഉള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർത്തിട്ടുണ്ട്. അതേപോലെ ലോലി ആയിട്ടുള്ള ചില വാക്കുകൾ, അതായത് നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അതിനൊരു ഉദാഹരണമാണ് സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള വേറൊരു ഹദീസാണ്, ലാ യഖുൽ അഹദുകും ഖബസത് നഫ്സി വൽ യഖുൽ ലഖിസത് നഫ്സി. നിങ്ങൾ ഒരിക്കലും എന്റെ നഫ്സ് എന്താണ്, ആകെ ഖബസത്ത് എന്ന് പറയുന്നത്, അതായത് ഈവിളായിപ്പോയി, അതായത് പാപി ആയിപ്പോയി ഞാൻ എന്ന് പറയരുത്. പകരം ലഖിസത് നഫ്സി, എന്റെ നഫ്സ് ഒരു മോശം അവസ്ഥയിലാണ്, ഒരു ഇച്ചിരി ബാഡ് അവസ്ഥയിലാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട്. അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അല്ലെ. ബീങ് ഈവിൾ അല്ലെങ്കിൽ ബീങ് ഇൻ ബാഡ് ഷേപ്പ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ രണ്ടാമത് പറയുന്നത് ഒരിത്തിരിയും കൂടെ മൈൽഡ് ആണ്. ഞാൻ പാപിയായി പോയി എന്ന് പറയുന്നതിനേക്കാളും എൻ്റെ ഒത്തിരി ഒരു മോശം അവസ്ഥയിലാണെന്ന് പറയുന്നത് ഒരിത്തിരിയും കൂടെ ലൈറ്റ് അല്ലെങ്കിൽ മൈൽഡ് ആണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അത്ര സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അത്ര പോലും നിങ്ങൾ വാക്കുകളിൽ ശ്രദ്ധിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗമാണ് നമ്മൾ അല്ലെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വല്ല കൈയും കണക്കുണ്ടോ, ലക്കും ലഗാനും ഉണ്ടോ നമുക്ക്? സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംസാരം പോലും വളരെ അങ്ങോട്ട് കുറച്ച് കളയല്ലേ. കാരണം ഇത്രയും ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂലല്ലോ. ഓരോ വാക്ക് നമ്മുടെ വായിന്ന് വീഴുമ്പോഴും നമുക്ക് അത്രയും ചിന്തിക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ സംസാരം പരമാവധി
കുറയ്ക്കുകയോ വേണ്ടത് അല്ലെ. പക്ഷെ നമ്മളൊക്കെയോ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് ക്ലാസ് എടുക്കുകയും ക്ലാസ് കേൾക്കുകയും ഒക്കെ ചെയ്യും. അപ്പുറത്തെ സൈഡിൽ ചെന്ന് നിന്നിട്ട് സംസാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലല്ലേ ഓരോ ഫോൺ കോളുകളൊക്കെ 1-2 മണിക്കൂർ ഏകദേശം ഗ്രൂപ്പിലുള്ള എല്ലാവരെ കുറിച്ചും നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. ഫിത്ന നെറ്റ്വർക്ക് സുബ്ഹാനല്ലാഹ് ഭയങ്കര അധികം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സംസാരങ്ങള്, വാക്കുകള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും മൈന്യൂട്ടസ്റ്റ് ലെവലിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഹബ്സത്തും ലഖിസത്തും തമ്മിൽ ശരിക്കും എനിക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോലും പറ്റുന്നില്ല അതിന്റെ ഡിഫറൻസ് എന്താണ്. അത്രക്കും മൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കാനും സംസാരിക്കുമ്പോൾ പഠിപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൗമായ നമ്മളുടെ അവസ്ഥ എവിടെ എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ ആലോചിക്കുക. എത്രമാത്രം നമ്മൾ ഓരോ വാക്കിലും നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കുക ഇതൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചിങ്ങനെയാ പറയാ, അവർ തിരിച്ചങ്ങനെയാ പറയാ. നമ്മളോട് ഇവിടെ അവര് തിരിച്ചു പറയുന്നതിന്റെ കാര്യം പറയുന്നേ ഇല്ല. നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതേ പറയുന്നുള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിക്കാൻ പറ്റുമോ? ശ്രദ്ധിക്കുക. മാറ്റം എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും. ഒരാളെടുത്ത് ഇപ്പൊ മോളോ മോനോ പരീക്ഷയിൽ തോറ്റിട്ട് വരാണ്. അപ്പം അവന്റെ അടുത്ത് നീ പരീക്ഷയിൽ തോറ്റുപോയല്ലോ എന്ന് പറഞ്ഞതിന് പകരം നീ ഒരു ലോക തോൽവിയാണ് എന്ന് പറയുന്നത് പോലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഹബ്സത്തിന്റെ ലഖിസത്തിന്റെയും ഒരു വ്യത്യാസം ഞാൻ ചെറിയ തോതിൽ പറഞ്ഞു തരാണ്. ഈ നീ ഒരു ലോക തോൽവിയാന്ന് പറയുന്നത് ഭയങ്കര ഹാർഷാണല്ലേ. അതായത് നിനക്കിനി ഒരിക്കലും ജയിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്നാൽ ആദ്യം പറഞ്ഞത് നീ പരീക്ഷ തോറ്റല്ലേ, അത് കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. കാര്യം രണ്ടിലും നമ്മൾ കാര്യം കൺവേഡ് ആണ്, പക്ഷെ സോഫ്റ്റ് ആണ്, കുറച്ചും കൂടെ മൈൽഡ് ആണ്. അതുപോലെയുള്ള സംസാരങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ മറ്റൊരു ഹദീസില്, ഇതും ഇതുപോലെ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലാ യഖുൽ അഹദുക്കും അബ്ദി അമതി കുല്ലുക്കും അബീദുല്ലാഹ് വകുല്ലു നിസാഇക്കും ഇമാഉല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ഒരാള് ഇങ്ങനെ പറയരുത്, അബ്ദി എന്റെ അടിമ, അമതി എന്റെ അടിമ സ്ത്രീ എന്ന് പറയരുത്. കാരണം കുല്ലുക്കും അബീദുല്ലാഹ്, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ് അല്ലെ. നീയും, അതായത് ഈ വിളിക്കുന്ന നീ അടക്കം അള്ളാഹുവിന്റെ അടിമയാണ്. വകുല്ലു നിസായിക്കും ഇമാഉല്ലാഹ്, ഓരോ സ്ത്രീകളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ്. പകരം നിങ്ങൾ എന്ത് പറയണം? വൽയബുൽ ഗുലാമി ജാരിയതി വഫതായ വഫതാതി. സുബ്ഹാനല്ലാഹ്. പകരം നിങ്ങൾ എന്ത് പറയാ? എന്റെ അല്ലെ ആൺകുട്ടി, മൈ ബോയ്, ഗുലാമി, ജാരിയത്തി മൈ ഗേൾ അല്ലെ, മൈ ലാഡ്, മൈ ഫതായി അല്ലെങ്കിൽ ഫതാത്തി. അതായത് ആ രീതിയിൽ നമുക്ക് ഒരിത്തിരി അധികാരം വരുമ്പോഴേക്ക് നമ്മൾ വിളിക്കുന്ന വാക്കുകൾ ഭയങ്കര വ്യത്യാസമാണ് അല്ലെ. നമ്മൾ അള്ളാന്റെ അധികാരത്തിൽ, അതായത് എക്സാക്ട്ലി ഈ അബദി എന്നുള്ള വാക്ക് നിങ്ങൾ എടുക്കേണ്ട. കാരണം അതൊരു അറേബ്യൻ സംസ്കാരത്തിൽ അവർ വിളിക്കുന്നത് കൊണ്ടാണ് കമന്റ് ചെയ്തത്. നമ്മളെ സംസ്കാരത്തിൽ നമുക്കൊരിത്തിരി അധികാരം വരുമ്പോൾ നമ്മൾ മക്കളെ വിളിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കുക. ആ അധികാരം നമുക്കാണോ അവരുടെ മേലുള്ളത്, അതോ റബ്ബിന്റെ മേലാണോ ഉള്ളത് എന്നുള്ളത്, അല്ല റബ്ബിനാണോ അവരുടെ മേലുള്ളത് എന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് അതിനെ നമുക്ക് ഭംഗിയാക്കി എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന് നോക്കുക. ഒന്ന് ആലോചിച്ചൊക്കെ. ഒരാളെ വിളിക്കേണ്ടത് എങ്ങനെയാന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. നമ്മളൊക്കെ വിളിക്കുന്നത് എന്താന്ന്, അല്ലെങ്കിൽ വിളിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നുള്ളത് ചിന്തിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹു തആല ആമീൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും രീതിയിലുള്ള റൂഡായിട്ടുള്ള, അപമര്യാദപരമായിട്ടുള്ള, വൾഗർ ആയിട്ടുള്ള, അതായത് അശ്ലീലപരമായ, ആഭാസപരമായിട്ടുള്ള, അൺപ്ലസന്റ് ആയിട്ടുള്ള, മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഹാർഷായിട്ടുള്ള വർത്താനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല പല ഹദീസുകളിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ആരുടെങ്കിലും യു ആർ യൂസ്ലെസ് അല്ലെ, നിന്നെ ഒന്നിനും പറ്റൂല എന്ന് പറയുന്നതിന് പകരം ഒരു മുസ്ലിം ആണെങ്കിൽ അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്? കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാട്ടോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടും എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ സുന്നത്ത് ഫോളോ ചെയ്യണം. നമ്മുടെ അങ്ങനെയുള്ള വാക്കുകളിൽ പോലും നമുക്ക് സുന്നത്ത് ഫോളോ ചെയ്യാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ഫോളോ ചെയ്യല് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലലും രാവിലെ എണീക്കുമ്പോഴുള്ള ദ്വായും രാത്രി കിടക്കുമ്പോഴുള്ള ദ്വാകളും മാത്രമാണ് അല്ലെ. അതിനിടയ്ക്ക് നമുക്ക് വായി തോന്നിയതും അല്ലെ മനസ്സ് തോന്നിയതൊക്കെ പറയുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്നാൽ നമ്മൾ സുന്നത്തിന്റെ ആൾക്കാരാണ്, നമ്മൾ മാതൃകയാവേണ്ട ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം ഇത്തരത്തില് മുസ്ലിങ്ങളുടെ പൊതുവെയുള്ള, ഇസ്ലാമിന്റെ അല്ലെങ്കിൽ മുഅ്മിനുകളുടെ പൊതുവെയുള്ള സംസാരത്തിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ടിപ്സും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടാണ് പോയിട്ടുള്ളത്. അപ്പം വളരെ പൊളൈറ്റ് ആയിട്ടുള്ള, അതിനകത്ത് പലപ്പോഴും നമ്മളുടെ ഈവൻ ഈ സംസാരത്തിന്റെ വാക്കുകൾ നല്ലതാണെങ്കിലും നമ്മളുടെ ഒരു ടോൺ ഉണ്ടാവും അല്ലെ, ഒരു പരിഹാസം കലർന്ന, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു പൊട്ടിച്ചിരിച്ചുകൊണ്ട് അത് സർക്കാസ്റ്റിക് ആയിട്ട് നല്ല വാക്കുകൾ ഉപയോഗിക്കും,
പക്ഷെ നമ്മൾ ചിരിച്ചുകൊണ്ട് അവരെ ഒത്തിരി ഇൻസൾട്ട് ചെയ്തുകൊണ്ടുള്ള സംസാരങ്ങൾ ചിലപ്പോൾ വരാറുണ്ട് അല്ലെ. അപ്പം അതൊക്കെയും എന്താണ് ഈ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാറ്റഗറീസിൽ വരുന്നതാണ്. അപ്പൊ നമ്മുടെ സംസാരത്തിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആ സംസാരത്തിലുള്ള പൊളൈറ്റ്നെസ്, ജെന്റിൽനെസ് അല്ലെ, മര്യാദപൂർവ്വമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള, മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ പ്ലസന്റ് ആയിട്ട് തോന്നിക്കുന്ന, വൾഗറായിട്ടുള്ള വാക്കുകളില്ലാത്ത, ഹാർഷായിട്ട് വാക്കുകളില്ലാത്ത സംസാരമാണ്. അതിഭയങ്കരമായ മാറ്റം നമുക്ക് നമ്മുടെ ജീവിതങ്ങളിൽ കൊണ്ടുവന്നേ മതിയാവൂ അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ആമീൻ. ഇനി ഈ ഒരു കാര്യത്തിൽ സ്മൂത്ത് ഡയലോഗിന്റെ അതായത് ഡയലോഗിൽ എലിഗൻസ് കൊണ്ടുവരേണ്ട, ഭംഗി കൊണ്ടുവരേണ്ട കാര്യത്തിൽ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരാളുടെ സംസാരം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും അല്ലെ. ഒരു വ്യക്തി എത്രത്തോളം പൊളൈറ്റ് ആണ്, എത്രത്തോളം സംസ്കാരമുള്ള ആളാണെന്ന് അയാള് മറ്റുള്ളവരുടെ, അതായത് മറ്റുള്ളവർ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പൊതുവെ അത് ചിലരുടെ നേച്ചർ തന്നെയാണ്. എന്തൊരു കാര്യം പറയുമ്പോഴും ആരെങ്കിലും ചെയ്തത് അല്ലെ, അവര് അങ്ങനെ ചെയ്ത്, അവര് ഇങ്ങനെ ചെയ്ത് എന്നുള്ളത് എടുത്തു പറയലും അതിനെ കുറ്റപ്പെടുത്തലും അല്ലെ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള സംസാരം വരുമ്പോ തന്നെ ആ മറ്റുള്ളവരുടെ പ്രവൃത്തികളെ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നോ അത് ആ ഒരു വ്യക്തി എത്രത്തോളം റിഫൈൻഡ് ആണെന്നുള്ളതിന്റെ തെളിവാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ആരെങ്കിലും ഒരു കുട്ടി ഒരു തുള്ളി കുറച്ച് വെള്ളം നിലത്ത് നിലത്താക്കിയിട്ട്, അല്ലെങ്കിൽ നിലത്ത് മറിഞ്ഞു പോയത് കാണുമ്പം പറയാണ്, ഈ കുട്ടികൾ ഭയങ്കര കെയർലെസ്, ഒന്നും ശ്രദ്ധിക്കൂല. സുബ്ഹാനല്ലാഹ്. അതൊരിത്തിരി റഫാണ് അല്ലെ. പകരം കുട്ടികളല്ലേ, അവർ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറയുമ്പം അത് അവരുടെ ജെന്റിൽനെസ് ആണ് അല്ലെ, അത് അവരുടെ സംസ്കാരമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഇടുന്ന കമന്റ്സ് എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് അത് നമ്മളുടെ ഉള്ളിലുള്ള സംസ്കാരത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ. അപ്പം ഇതുപോലെയുള്ള കുറച്ച് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാനിവിടെ എടുക്കുകയാണ്. നമ്മളൊക്കെ ജീവിതങ്ങളിലൂടെ ഒന്ന് ഓടിച്ചു നോക്കാം, നമ്മളൊക്കെ ഇതുപോലെയുള്ള സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണോ എന്ന്. ഒന്നും ഒരു ഉമ്മ പറയാണ്, ഇന്നത്തെ ജനറേഷൻ ഇന്നത്തെ ഈ യുവതലമുറ എത്രത്തോളം കെയർലെസ് ആണ്, അവർ തോന്നിയ പോലെ അല്ലെ, അന്ന് ഒരു കാര്യവും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ കാലത്ത് നമ്മൾ അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ഇത് കേട്ടപ്പോ തന്നെ മോന് തീരെ ഇഷ്ടപ്പെടാണ്ട് മോൻ ചാടി കയറിയിട്ട് പറയും, അതൊക്കെ ശരിയാണ്, പക്ഷെ പണ്ടത്തെ കാലത്തും ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷെ സമൂഹത്തെ അതിനെ തെറ്റായി കാണാത്തത് കൊണ്ട് അത് ഹിഡൻ ആയിട്ട് നിന്നതാണ്, അത് തെറ്റായിട്ട് സമൂഹം കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അത് മറഞ്ഞു പോയതാണ് എന്ന് പറയും. അപ്പം ഉമ്മ തിരിച്ചു മോന്റെ അടുത്ത് കാമായിട്ട് പറയും, നീ നിന്റെ ജനറേഷനെ അല്ലെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ഡിഫെൻഡ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവും, പക്ഷെ ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലെ അയാളുടെ ആ ഒരു ഒപ്പീനിയൻ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് തീർക്കുന്നതല്ലേ അതിന്റെ ഒരു ശരി, നീ റെസ്പോണ്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ പലരും അല്ലെ പല കോൺവെർസേഷനും പല സംസാരങ്ങളുടെയും ഇടയിൽ കയറിയിട്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്താനുള്ള ആ ഒരു ത്വര നമുക്ക് ഭയങ്കര കൂടുതലായിരിക്കും അല്ലെ. ആ ഒരു കുറ്റപ്പെടുത്തിയുള്ള സംസാരം അത് ശരിക്കും നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു റിഫൈൻമെന്റ് ആണ് അതും കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ലേ, അല്ലെങ്കിൽ അവർ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല സ്ഥലത്തും കട്ടിങ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് നമ്മളുടെ ഉള്ളിലുള്ള പൊളൈറ്റ്നെസ്, ജെന്റിൽനെസ്സിനാണ് അത് കാണിക്കുന്നത്. ഇനി അതിന് വേറൊരു ഉദാഹരണം, ഒരു ഉപ്പ കുട്ടികളുടെ അടുത്ത് ഉപദേശിക്കുകയാണ് ഈ ഒരു എന്താ പറയാ ഇസ്തിഖാമയുടെ, സ്ഥിരമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഇമ്പോർട്ടൻസ്, ഒരാളുടെ വിജയത്തിന് സ്ഥിര പരിശ്രമം, സ്ഥിരോത്സാഹം, പെർസിവറൻസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പക്ക് മനസ്സിലായി, എല്ലാവർക്കും പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊന്നും ഇത് മുഴുവൻ അങ്ങോട്ട് മനസ്സിലായില്ല. അപ്പൊ ഉപ്പക്ക് ഇങ്ങനെ പറയാം, എനിക്കൊന്നും ഞാൻ പറഞ്ഞത് ഒരു കാര്യവും മനസ്സിലായിട്ടില്ല അല്ലേ എന്ന് പറയുന്നതിന് പകരം ഉപ്പ പറയാണ്, ഞാൻ പറഞ്ഞ ചില വിശദീകരണങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് അല്ലെ എനിക്ക് അത്ര ക്ലിയർ ആക്കാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് ചിലതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു, അപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. അപ്പം ഇവിടെ എന്താണ്, ഉപ്പാക്ക് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഡയറക്റ്റ്ലി പോയിന്റ് ചെയ്ത് അവരുടെ കുറവുകളിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം സ്വന്തത്തിലേക്ക് അല്ലെ ഞാൻ എന്താണ് അവിടെ തിരുത്താനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആ ഒരു മനസ്സിന്റെ ഉള്ളിലുള്ള റിഫൈൻമെന്റ് ആണ്, ആ സംസ്കാരമാണ്, അല്ലെങ്കിൽ ആ ഒരു പൊളൈറ്റ്നെസ്, മര്യാദയാണ് അവിടെ കാണുന്നത്. ഇങ്ങനെ നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഓരോ സംസാരങ്ങളും, മിക്കവാറും എല്ലാ സംസാരങ്ങളുടെയും ആകെത്തുക എന്ന് പറഞ്ഞത് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയതും പോയിന്റ് ചെയ്തതും ആയിരിക്കും. മിക്ക സംസാരങ്ങളും അങ്ങനെയാണ്. നമ്മളെല്ലാവരും ഒന്ന് ബോധപൂർവം ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മളൊക്കെ പല സംസാരങ്ങളിലേക്കും കയറുമ്പം നമ്മളുടെ ഉള്ളില് നമ്മൾ പോലും അറിയാത്ത ഒരു
ഷീൽഡ്, അതായത് ഒരു പടച്ചട്ട അണിയും നമ്മൾ. ആ പടച്ചട്ട എന്താ ചെയ്യാന്ന് വെച്ചാൽ എവിടുന്നെങ്കിലും എനിക്കെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ എന്നെ ഷീൽഡ് ചെയ്യാനുള്ളതായിരിക്കും സംസാരം. ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ആയിട്ട് എന്നെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോൾ തല്ലങ്ങും വെല്ലങ്ങും കൊടുക്കലാണ് അല്ലെ, നീ അങ്ങനെ ചെയ്തില്ല. അതായത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന എങ്ങനെ, അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ സംസാരങ്ങൾ മിക്കവാറും ഞാൻ അടിപൊളി നീ മോശം, അല്ലെങ്കിൽ ഞാൻ അടിപൊളി നമ്മൾ അടിപൊളി മറ്റുള്ളവർ മോശം എന്നുള്ളത് പറയാനായിരിക്കും. മിക്കവാറും നമ്മളൊക്കെ വീടുകളിലുള്ള പല സംസാരങ്ങളും നമ്മളൊന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത് ആയിരിക്കും. ഇവിടെ ഈ ഉപ്പക്ക് മനസ്സിലായിട്ടുണ്ട്. ഉപ്പ പറയുന്നത് സ്വാഭാവികമായും ഒരാളൊരു കാര്യം പറയുമ്പോൾ അയാളെ കൊണ്ട് പറ്റുന്നതിന്റെ ബെസ്റ്റ് രീതിയിലായിരിക്കും പറയുന്നത് അല്ലെ. അപ്പൊ ഞാൻ ഏറ്റവും ബെസ്റ്റ് പറഞ്ഞിട്ടും ഈ പൊട്ടന്മാർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള ചിന്തക്ക് പകരം ഉപ്പ എന്താ അതിനെ ഇങ്ങനെ പറയുന്നത്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അത്ര ക്ലിയർ ആക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ എന്റെ ഭാഗം ഓക്കെ ഒരിത്തിരി നെഗറ്റീവ് ആയാലും നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി, നിങ്ങളുടെ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യും. അപ്പൊ എന്താക്കാം, ആ ഒരു ഗ്യാപ്പ് എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റും അല്ലേ. ആരാ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് സംസാരിക്കുന്നത്? നമ്മൾ ആരുടെ കൗമാണ്, നമ്മൾ എന്താ പഠിച്ചു വെച്ചിട്ടുള്ളത്, നമ്മൾ എന്താ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ വീടുകളിൽ അല്ലെ. ശരിക്കും ഇതിനൊക്കെ നമുക്കിപ്പം ക്ലാസ്സുകൾ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ സമയം ഇതൊക്കെ വീടുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ഇന്നത്തെ കാലത്ത് വേണ്ടത്. ശരിക്കും ഒരുപാട് ചിന്തിക്കേണ്ടിയും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇനി ഇതിന് തന്നെ വേറൊരു കേസ് ഞാൻ പറയാം. ഒരു കുട്ടി സുബ്ഹാനല്ലാഹ് ഇതുപോലെ വീട്ടിലകത്തൊരു സംസാരം നടന്നുകൊണ്ടിരിക്കും. അതൊരു ചെറിയ ആൺകുട്ടി, അവനൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ വീട്ടുകാരെല്ലാരും ഈ ഫ്രണ്ട് അവൻ ഈ കുട്ടീനെ ഫ്രണ്ടാക്കി വെക്കുന്നതിന് എതിരാണെന്ന് ഇവന് മനസ്സിലായിട്ട് അവൻ ഭയങ്കര ദേഷ്യത്തിലാണ്. അവൻ എല്ലാവരോടും ചൂടാവാണ്. ചെറിയ കുട്ടികളാണല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും അവർക്ക്. അപ്പൊ എല്ലാവരോടും നിങ്ങൾ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും ചൂടാവണം. അവസാനം ഈ ബാക്കിയുള്ളവർ ഉമ്മയും ബാക്കി സഹോദരങ്ങളൊക്കെ ആകെ കൂടെ ഇണങ്ങറ, ഇതിപ്പോ എന്താ ചെയ്യുന്ന ഉപ്പന്റെ മുഖത്തേക്ക് അവരിങ്ങനെ നോക്കുക, ഉപ്പ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കുമായിരിക്കും. അപ്പൊ ഉപ്പ എന്തോ ചെയ്യാൻ വേണ്ടി പുറപ്പെടാന്ന് അവർക്ക് മനസ്സിലായി. എങ്ങനെയാണ് ഉപ്പ ഇതിനെ ഹാൻഡിൽ ചെയ്തത് നോക്കാം. അപ്പൊ ഉപ്പ നേരെ ചെന്നിട്ട് നീ മിണ്ടാണ്ടിരിക്കുക, നീ ചെയ്തത് ശരിയല്ല എന്ന് പറയുന്നതിന് പകരം നിനക്ക് പറയാനുള്ള മോൻ പറയും എന്ന് പറഞ്ഞിട്ട് ഫുൾ പറഞ്ഞ് അവന് അതിനുള്ള സ്പേസ് ഒക്കെ കൊടുത്ത് അവന്റെ എല്ലാ ഇമോഷൻസും പുറത്തേക്ക് ഇതാക്കാൻ്റെ എന്താണ് വെന്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പുറത്തേക്ക് കൊടുക്കാനുള്ള സമയം കൊടുത്തിട്ട്, പക്ഷെ അവൻ പറഞ്ഞ തന്നെ വീണ്ടും 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 പറയാൻ തുടങ്ങിയപ്പോൾ ഉപ്പ പറഞ്ഞു, നീ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ. ഓക്കെ, അതെന്നെ പറഞ്ഞില്ലേ. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്, നമ്മൾ പറഞ്ഞ കാര്യം വേറൊരാൾക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതന്നെ തിരിച്ചു മറിച്ച് അല്ലെങ്കിൽ വേറൊരാളെ കുറ്റപ്പെടുത്തലാണെങ്കിൽ അതിനെ അവരത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തി അവരത്ര മോശക്കാരാണ് നമ്മൾ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലെ, ഒരു സ്റ്റോപ്പ് ഇല്ലാണ്ട്. പക്ഷെ അപ്പൊ ഉപ്പ ഇടയിൽ അതിനെ കാമായിട്ട് പറഞ്ഞു, നീ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടോ, മാഷാ അല്ലാഹ്, നീ ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യത്തിനൊന്നും നീ എതിർക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പൊ നിനക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞതിനോട് നീ യോജിക്കുന്നത് നിനക്ക് പറയാൻ പറ്റുമോ, അതേപോലെ എന്തൊക്കെയാണ് നീ യോജിക്കാത്തത്. അപ്പം അങ്ങനെ പറയുമ്പോൾ ഇത്രയും വഴക്കും പ്രശ്നവും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കുട്ടീന്റെ അടുത്ത് നീ പറഞ്ഞതിൽ എന്താണ്, നീ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ പറഞ്ഞ എല്ലാത്തിനൊന്നും നീ എതിർക്കുന്നില്ല കേട്ടോ മോനെ, നീ കുറെയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, എന്തൊക്കെയാ നിനക്ക് ഞങ്ങൾ പറഞ്ഞതായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നീ പറയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് പിന്നെ വേറെ രക്ഷയില്ല, അതിനെ സ്വീകരിക്കല്ലാണ്ട് അതിനെ ലിസൺ ചെയ്യല്ലാതെ അല്ലെ. സുബ്ഹാനല്ലാഹ്. എപ്പോഴും ഏതൊരു അവസ്ഥയിലുള്ള തിന്മേനാണെങ്കിലും നമ്മൾ നന്മ കൊണ്ട് തടുക്കാൻ ശ്രമിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിന് നന്മയിലേക്ക് വരെ അല്ലാതെ വേറെ രക്ഷയില്ലാണ്ടാവും. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഓക്കെ വാപ്പ പറയുന്നത് കേൾക്കാൻ നിർബന്ധിതനായി, അവന്റെ ഒച്ചയിലേക്ക് നിർത്തി. എന്നിട്ട് പാപ്പ പറഞ്ഞു, നീ പറഞ്ഞല്ലോ നിന്റെ ആ ഒരു ഫ്രണ്ട് നല്ലതാണെന്ന്, മാഷാ അല്ലാഹ്, അപ്പൊ നീ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് അവൻ നല്ലതാണെന്നുള്ളത്, അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ കുട്ടി ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തുടങ്ങി. അപ്പം ഉപ്പാക്ക് മനസ്സിലായി കുറച്ച് കാര്യങ്ങൾ ഓഫ് ദ ട്രാക്ക് ആണ്, ശരിയാവില്ല. അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു നമുക്കിത് വേറെ ഞാനും നീയും മാത്രം വേറൊരു സിറ്റുവേഷനിൽ സംസാരിക്കാം, കാരണം ഇവിടെ പറയേണ്ട ചില കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുള്ളത് കൊണ്ട് തന്നെ അതങ്ങ് ശരിയായി എന്ന് വരില്ല, അതുകൊണ്ട് കുഴപ്പമില്ല മോനെ, നമുക്ക് വേറൊരു സമയത്ത് ഇന്ന് സംസാരിക്കാം. ആ കുട്ടി എഗ്രി ചെയ്തു, സമാധാനമായിട്ട് ആ വീട്ടുകാർ ഭക്ഷണം കഴിച്ചു. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളാണെങ്കിൽ ആ കുട്ടി ഒച്ചയിട്ടതിനേക്കാളും അധികം നമ്മൾ ഒച്ചയിടും അല്ലെ, അതൊരു പ്രശ്നത്തിലേക്ക് മാറും, കരച്ചിലാവും, പൊട്ടിച്ചീറ്റലാവും. സുബ്ഹാനല്ലാഹ്. അപ്പൊ എത്രത്തോളം റിഫൈൻഡ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെ നമ്മൾ റിഫൈൻഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു പൊട്ടിത്തെറിനെ എത്രത്തോളം ഭംഗിയായിട്ട് അല്ലെ, എലിഗന്റ് ആയിട്ട് ഒരു റെസ്പെക്ട് ഉള്ള ഒരു സംഭാഷണത്തിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇതൊന്നും നമുക്ക് വർക്ക് ആവാറില്ല സാധാരണഗതിയിൽ അല്ലെ, വർക്ക് ആക്കിയേ മതിയാവും. നമ്മളെ തന്നെ ജന്ന റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള
അർഹത നേടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. സ്വർഗത്തിലേക്ക് പോകാനുള്ള അർഹത എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ് എ ഹോൾ മാറണം അല്ലെ. ഖുർആൻ പോലെ ആവണം നമ്മുടെ സ്വഭാവം, സംസാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആവണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റം വരുത്തുമ്പോഴാണ് ഇതൊക്കെ മാറ്റം വരുമ്പോൾ ശരിക്കും നമ്മുടെ അഹം എന്ന് പറഞ്ഞ ആ ഒരു അഹങ്കാരം എന്ന് പറഞ്ഞ ഞാൻ എന്ന ഭാവമൊക്കെ ഇല്ലാണ്ടായി മാറും. അത് എപ്പോ ഇല്ലാണ്ടായി മാറുന്നോ അപ്പോഴാണ് നമ്മൾ അള്ളാഹ്ക്ക് ശരിയായ രീതിയിൽ കീഴൊതുങ്ങുന്നവരാവുന്നുള്ളൂ. അങ്ങനെ നമ്മൾ എന്ന് ശരിയായ രീതിയിൽ കീഴൊതുങ്ങുന്നോ അപ്പോഴാണ് നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ ഓരോ ഇബാദത്തുകളും അള്ളാഹ്ക്ക് പരിപൂർണമായിട്ട് കീഴൊതുക്കിയ രീതിയിൽ നമുക്ക് ആയി മാറാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളുടെയൊക്കെ വീടുകളിലുള്ള സാഹചര്യങ്ങൾ, ആളുകൾ, കുടുംബത്തിലെ ആളുകൾ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അത്തരത്തില് ഏറ്റവും സബ്മിസീവ് ആയിട്ടുള്ള അബ്ദാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, അള്ളാഹ്ക്ക് റെഡി ആയിട്ട് അള്ളാഹ്ക്ക് കീഴൊതുങ്ങുന്ന ആളുകളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അള്ളാഹ് സ്പെഷ്യലി തെരഞ്ഞെടുത്തിട്ട് തന്നിട്ടുള്ളതാണ് നമ്മളുടെ ബന്ധുക്കളെ എല്ലാവരെയും, നമ്മളെ വീട്ടിലുള്ള എല്ലാവരെയും. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമുക്ക് അല്ലെ അത് ഞാൻ വിചാരിച്ച പോലെ അല്ലെങ്കിൽ അവരുമായിട്ട് ഇടയ്യ. സുബ്ഹാനല്ലാഹ്. എന്നാലും അള്ളാഹ് കുടുംബ ബന്ധം തകർക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് പേരിന് അത് തകർക്കാണ്ട് സലാം പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും കൊടുത്ത് അങ്ങനെ വെറുതെ നിർത്തുക. പക്ഷെ അതിന്റെ ശരിയായ ബെനിഫിറ്റ് എടുക്കാൻ നമ്മൾ ആരും തയ്യാറല്ല അല്ലെ. അത്രയും മോശമായിട്ട് സംസാരിക്കുന്നിടത്തും നമ്മളെ നല്ല സംസാരം കൊണ്ടുവന്ന്, മോശമായിട്ട് പെരുമാറുന്നിടത്തും നമ്മള് നല്ല പെരുമാറ്റങ്ങൾ കൊണ്ടുവന്ന് സുൽഹാക്കി നമ്മള് ഒരു കാരണമായി മാറാൻ, സുബ്ഹാനല്ലാഹ്, മറ്റുള്ളവർക്ക് മാതൃകയായി മാറാൻ, അതിന്റെ കൂടെ നമ്മൾ അവരെ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ബെസ്റ്റ് വേർഷനെ ഉണ്ടാക്കിയെടുക്കാൻ ഒന്നും അത്രയൊന്നും ചിന്തിക്കാനും നമ്മളെ കൊണ്ട് പറ്റില്ല, അങ്ങനെയൊന്നും മാറാനും നമ്മളെ കൊണ്ട് പറ്റില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഒരുപാട് ചിന്തിക്കാനും മാറാനും ഉണ്ട്. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ സംസാരങ്ങൾ, മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങളെ അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസിനെ കുറിച്ച് നമ്മൾ പറയുന്ന രീതി നമ്മൾ എത്രത്തോളം പൊളൈറ്റ് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് ഡയലോഗില് ഒരു വ്യക്തി അയാൾക്ക് എന്താ അറിയാം, വാക്കുകൾ എങ്ങനെ വൈസായിട്ട് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ എങ്ങനെ ജെന്റിലായിട്ട് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും, അതേപോലെ മറ്റുള്ളവർക്ക് കംഫർട്ട് കൊടുക്കുന്ന, ആശ്വാസം കൊടുക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ എങ്ങനെ പ്രയോഗിക്കാൻ പറ്റും, അതേപോലെ ക്രിറ്റിസിസം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അല്ലെ അവരെ നിരൂപണം ചെയ്ത് അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്ന് അറിയുന്ന ഒരു വ്യക്തി. അവര് എന്താണ് മറ്റുള്ളവരെ ഡയറക്റ്റ് പോയിന്റ് ചെയ്യുന്നതിന് പകരം അവരെ ഫോൾസിനെ അല്ലെ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ശരിക്കും സംസാരം ഒന്ന് സ്മൂത്ത് ആവും. ഞാനൊരു ഉദാഹരണം വെച്ച് പറയാം, അപ്പൊ കുറച്ചും കൂടെ മനസ്സിലാവും. നമ്മൾ ഫാമിലിയിൽ ഒരു ഗ്യാതറിങ്, ഒരു ഗെറ്റ് ടുഗെദർ സംഘടിപ്പിക്കാൻ, അപ്പം ഒരാള് ലേറ്റ് ആയിട്ട് എത്തി. അപ്പൊ അയാളുടെ അടുത്ത് നമ്മള് നീ എപ്പോഴും ഇങ്ങനെ ഒരു കാലത്ത് സമയത്ത് എത്തൂല, നീ എപ്പോഴും കെയർലെസ് ആണ് എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് നോക്കാം കുടുംബത്തില്. പകരം ഇപ്പുറത്ത് ഇതേപോലെ ഈ പറഞ്ഞ പോലെ റിഫൈൻഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളുണ്ടെന്ന് പറയാം. അപ്പം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അയാൾ അതിങ്ങനെയായിരിക്കും പറയാം, നീ എന്ത് പറ്റി, നീ വൈകി പോയത് ആലോചിച്ച് ഞങ്ങൾ ബേജാറായി, നിനക്ക് എന്തെങ്കിലും പറ്റിയോന്ന് വിചാരിക്കുകയായിരുന്നു, എന്തായാലും അൽഹംദുലില്ലാ നീ സേഫ് ആയിട്ട് എത്തിയല്ലോ. ഈ ആദ്യം പറഞ്ഞതും രണ്ടാമത് പറഞ്ഞതും കാര്യം ഒന്ന് തന്നെയാണ്. പക്ഷെ രണ്ടാമത് പറഞ്ഞത് ആ പറഞ്ഞ ആളുടെ വാക്കിന്റെ പ്രയോഗത്തിന്റെ സ്റ്റൈലിലെ വൈസായിട്ടുള്ള ബുദ്ധിപൂർവ്വം വാക്കുകൾ ഉപയോഗിച്ചു, ജെന്റിലായിട്ട് സോഫ്റ്റ് ആയിട്ട് ഉപയോഗിച്ചു, കംഫർട്ടിങ് ആയിട്ട്, അത് കേൾക്കുന്ന ആൾക്ക് നല്ല ആശ്വാസം തോന്നി. അതേപോലെ ഹാർഷ് ആയിട്ടുള്ള നിരൂപണങ്ങൾ, ക്രിറ്റിസിസം അവിടെ ഒഴിവാക്കി. സുബ്ഹാനല്ലാഹ്. ആ കേട്ട ആൾക്കും ഈവൻ അവിടെ കൂടി നിന്ന എല്ലാവരുടെയും മനസ്സിൽ, നിങ്ങളൊന്ന് ആലോചിക്കും, ഇതുപോലെ ആദ്യം പറഞ്ഞ പോലെ നീ എപ്പോഴും കെയർലെസ്, ഇങ്ങനെ വെയിറ്റ് ആക്കിയിട്ടേ വരുള്ളൂ എന്ന് പറയുമ്പോൾ പറയുന്നത് ഒരാളോടത്താണെങ്കിലും കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ ഒരു കുത്തല് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ ഒരു വിഷമം നമുക്ക് തോന്നാറുണ്ട്. അതേസമയം ഇതുപോലെ ഒരാൾ ഇക്കാര്യത്തിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു കുളിർമഴയാണ്, ഒരു ആശ്വാസമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എന്താണ് റൈറ്റ് വേർഡ്സ് അല്ലെ, നല്ല കറക്റ്റ് ആയിട്ട് ഓരോ സിറ്റുവേഷനിലും ഉപയോഗിക്കേണ്ട വാക്കുകളും, ഈവൻ ചില സമയത്ത് ക്ഷമ പറയുമ്പോൾ പോലും അതിനൊരു ഭംഗിയുണ്ട്. ക്ഷമ പറയുമ്പോൾ പോലും ചിലര് ഇപ്പം ഒരു ഉദാഹരണത്തിന് ഒരു ഭർത്താവ് ഭാര്യ വിളിച്ചിട്ടുണ്ടായിരുന്നു, എടുക്കാൻ പറ്റിയിട്ടില്ല, തിരിച്ചു വിളിച്ചിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടിൽ വന്ന് ഭാര്യ ചോദിക്കുമ്പോൾ നീ എന്താ പറയുന്നത്, ഞാൻ തിരക്കാന്ന് നിനക്ക് അറിഞ്ഞൂടെ, എന്നെ കൊണ്ട് പറ്റൂല അങ്ങനെയൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ എന്ന് പറയുന്നതിന് പകരം സോറി ട്ടോ, എനിക്ക് ഇതിന്റെ കോള് മിസ്സായി, ഞാൻ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കേണ്ടായിരുന്നു, ഒന്ന് തിരിച്ചു വിളിക്കേണ്ടതായിരുന്നു, എന്തിനാ നീ വിളിച്ച, കാര്യം പറ. അത് രണ്ടും നമ്മൾ ഭയങ്കര വ്യത്യാസമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ആദ്യം പറഞ്ഞത് അയാൾ ഫോൺ എടുക്കാത്തത് തന്നെയാണ്.
അയാൾ ഫോൺ എടുത്തില്ല എന്ന് തന്നെയാ പറയുന്നത്. പക്ഷെ അവിടെ ആദ്യം പറഞ്ഞപ്പോ അയാളെ സ്വയം ന്യായീകരിച്ചു അല്ലെ. രണ്ടാമത് പറഞ്ഞപ്പം അയാൾ സോറി എന്റെ കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവിടെ സിറ്റുവേഷൻ ഈസി ആയി. സുബ്ഹാനല്ലാഹ്. സത്യം പറയണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്, അപ്പൊ നമ്മളെപ്പോഴും ഇതുപോലെ എന്ത് സംസാരങ്ങൾ വരുമ്പോഴും നമുക്ക് ചില സമയത്ത് കാണാം ഓപ്പോസിറ്റ് സൈഡിൽ ഒരു റിജിഡ്നെസ്. അവർ ചെയ്ത കുറ്റത്തിനെ ഏറ്റു പറയാൻ തയ്യാറില്ല. ഞാൻ ശരിയായിരുന്നു, ഞാൻ ശരി തന്നെയായിരുന്നു, ഞാൻ ശരി തന്നെയായിരുന്നു എന്ന് വാദിക്കുന്ന പല ഭാഗങ്ങളെയും നമുക്ക് പലപ്പോഴും പല സംസാരങ്ങളിലും നമുക്ക് കേൾക്കാം. ആ സംസാരത്തിനെ ഏറ്റവും ഈസി ആക്കാൻ പറ്റിയ ഒരു കാര്യമാണ് സോറി ട്ടോ, എന്റെ കയ്യിൽ നിന്ന് ഈ തെറ്റ് പറ്റിപ്പോയത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അവിടെ സിറ്റുവേഷൻ ഈസി ആയി. പകരം നമ്മളും അവരെ മേലെ കുതിര കയറാൻ നിന്ന് കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ ഭയങ്കര ടഫാവും, ശരിക്കും അനിസ്ലാമികമായി പോകും. പക്ഷെ നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവര് ചിന്തിക്കാൻ അർഹതയുള്ള ആൾക്കാരാണെങ്കിൽ, സ്വയം തിരുത്താൻ അർഹതയുള്ള ആൾക്കാരാണെങ്കിൽ, ഈവൻ അവർ തെറ്റ് ചെയ്തവരാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചിന്തിക്കാനുള്ള തൗഫീഖ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തിരുത്താൻ പറ്റും. പക്ഷെ മറ്റേതാണെങ്കിൽ ഭയങ്കര വലിച്ചു വെച്ചൊരു ഇലാസ്റ്റിക് പോലെ ആവും അല്ലെ. ഇപ്പൊ ഇവിടെ ഈ ഭാര്യയുടെ അടുത്ത് ഭർത്താവ് ഞാൻ ബിസിയാന്ന് നിനക്ക് അറിഞ്ഞൂടെ നിനക്ക് വിളിച്ചു, അപ്പം ഓപ്പോസിറ്റ് മൂപ്പര് തിരിച്ച് നിങ്ങളടുത്ത് അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ കേൾക്കൂല, ഒരു വീട്ടിൽ ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ തിരക്കാന്ന് പറഞ്ഞാൽ നടത്തൂല. അപ്പൊ മൂപ്പർക്ക് അത് കൂടുതൽ വീണ്ടും മസിൽ കയറും, പ്രഷർ കയറും, മൂപ്പര് അങ്ങോട്ട് പറയും എന്തായി. സുബ്ഹാനല്ലാഹ്. പകരം അല്ലെ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ സോഫ്റ്റ് ആക്കാൻ പറ്റും. ഒരു കുറച്ച് ആളുകൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ടുപേര് സംസാരിക്കുമ്പോൾ ഇതേപോലെ ക്രിറ്റിസിസം ഒഴിവാക്കിക്കൊണ്ട്, യെസ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്താലേ അവർക്ക് തെറ്റ് മനസ്സിലാവൂ എന്നുള്ള വിചാരം തന്നെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കണം. നമ്മൾ ഈവൻ ദാവയുടെ കാര്യം പറഞ്ഞപ്പോഴും കൂടെ പറഞ്ഞിരുന്നു അല്ലെ. കഴിഞ്ഞ ദിവസം ഇബ്രാഹിം അലൈഹിസ്സലാം നമ്രൂദിന് കൊടുത്ത ദാവ എന്ന് പറയുന്നത്, നമ്രൂദ് എത്രയോ തെറ്റുകൾ ചെയ്യുന്ന ആളാണ് അല്ലെ. എന്നിട്ട് അവിടെ നമ്രൂദിന്റെ ഒരു തെറ്റ് പോലും എടുത്തു പറഞ്ഞിട്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹിസ്സലാം ദാവ ചെയ്തത്. അപ്പം അതുപോലെ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയാൽ ഒരു നന്നാവും എന്നുള്ള ഒരു ചിന്ത ആദ്യം നമ്മൾ അവിടുന്ന് പറിച്ചങ്ങോട്ട് കളയണം. സുബ്ഹാനല്ലാഹ്. അപ്പം സിറ്റുവേഷനെ ഈസി ആക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നമ്മൾ സംസാരിച്ച് പഠിക്കും. അപ്പം ഇതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പം ഒരു വീട്ടിലെ ഒരു പെൺകുട്ടി, അപ്പം ഇവളുടെ ഉമ്മയുടെ സിസ്റ്റർ, ഉമ്മയുടെ അനിയത്തിക്ക് തീരെ സുഖമില്ല, കുറച്ചു കാലമായി അസുഖമാണ്. അപ്പം ഇവളുടെ സഹോദരങ്ങൾ ആങ്ങളെയും എടത്തിയും ഒക്കെ ഇവളെ കുറ്റപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്താണ്, നീ ഇത്രയും വലിയൊരു കാര്യം അല്ലെ, നമ്മുടെ കുടുംബത്തിൽ ഇത്രയും സീരിയസ് ആയിട്ട് ഒരു കാര്യം നടന്നിട്ട് നീ അതിനെ കുറിച്ചൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്തില്ലല്ലോ, ഒന്നുമില്ലെങ്കിൽ നമ്മളെ എളാമയല്ലേ അല്ലെ, ആ ഉമ്മന്റെ അനിയത്തിയല്ലേ, നീ ചിന്തിക്കേണ്ടതായിരുന്നു, പോയി കാണേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഉമ്മ വരികയാണ്. ഈ ഒരു ഇങ്ങനത്തെ ഏതൊരു സിറ്റുവേഷനെയും ഈ രണ്ട് രീതിയിലും ഹാൻഡിൽ ചെയ്യാം. ഇപ്പൊ ഇവരുടെ സഹോദരങ്ങൾ ഹാൻഡിൽ ചെയ്തതുപോലെ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കും. അപ്പം ഉമ്മ വന്നിട്ട് പറയാണ്, നമുക്ക് എല്ലാവർക്കും മാഷാ അല്ലാഹ് അറിയാം അല്ലെ, ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അവരെ വിസിറ്റ് ചെയ്യേണ്ട ഇതിന്റെ ഇമ്പോർട്ടൻസ്, അവർക്ക് കംഫർട്ട് കൊടുക്കുന്നതിന്റെ ആവശ്യകതയും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മളെ എളാമനെ പോലെ അത്രയും കുടുംബത്തിൽ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ശരിക്കും സെക്കൻഡ് മദർ ആണ് അല്ലെ, ഞാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഉമ്മയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അതറിയാം. പക്ഷെ അവള് ചിലപ്പം വിസിറ്റ് ചെയ്യാൻ അവൾക്ക് എളാമനെ വിളിച്ചു നോക്കാനും പോയി കാണാനും പറ്റാത്ത അവളുടെ എക്സാം ആയതുകൊണ്ടായിരിക്കാം. കാരണം അവള് നല്ല തിരക്കായിരുന്നല്ലോ എക്സാമിൽ അല്ലെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം, അവളെ കുട്ടിക്ക് എന്തെങ്കിലും തിരക്കായിട്ടായിരിക്കാം, അങ്ങനെ പറയാം. സുബ്ഹാനല്ലാഹ്. അതും നമ്മൾ ആരും അവളെ ഓർമ്മിപ്പിച്ചിട്ടും ഇല്ലല്ലോ, അവിടെ കുറ്റം സ്വയം ഏറ്റെടുക്കുകയാണ് അല്ലെ, അവളെ കംഫർട്ട് ചെയ്യാണ് അത് നമ്മൾ ആരും അവളെ ഓർമ്മിപ്പിച്ചിട്ടും ഇല്ല അല്ലെ. അപ്പം എനിക്കറിയാം അവൾ എന്തായാലും അളാമനെ വിളിക്കുകയും ചെയ്യും, പോയി കാണുകയും ചെയ്യും, അളാമക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യുകയും ചെയ്യും അല്ലെ മോളെ എന്ന് ചോദിക്കുമ്പോൾ നാച്ചുറലി ആദ്യം പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവൾ അങ്ങോട്ട് ഇറങ്ങി വരും അല്ലെ. ആദ്യം ആ കുറ്റപ്പെടുത്തൽ പറയുമ്പോൾ അവൾ പറയും അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഞാൻ അങ്ങനെ ചെയ്യും, നിങ്ങളൊക്കെ വലിയ ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ അന്ന് അത് ചെയ്തപ്പോ അങ്ങനെ ചെയ്തിനോ, മറ്റൊരു ചേർന്നപ്പോ നിങ്ങൾ ഇങ്ങനെ ചെയ്തിനോ എന്നൊക്കെയാണ് ആദ്യത്തെ തന്നെ റിയാക്ഷൻ വരിക. പക്ഷെ ഉമ്മ ഈ പറഞ്ഞ അവളെ കംഫോർട്ട് ചെയ്തുകൊണ്ട് അവളുടെ കുറ്റത്തിനെ കുറ്റമല്ലാതാക്കി പറയുമ്പോൾ നാച്ചുറലി അവളുടെ ടോൺ അങ്ങോട്ട് മാറും അല്ലെ. അപ്പൊ പറയും ശരി അമ്മ, എനിക്ക് അറിയായിരുന്നു അളാമക്ക് സുഖമില്ലാന്ന്, പക്ഷെ ഇത്ര സീരിയസ് ആണ് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ, ഞാൻ അതെന്തോ സിമ്പിൾ ആണെന്നാ വിചാരിച്ചത്, അല്ലെങ്കിൽ എന്താ അളാമനെ ഒന്ന് പോയി എനിക്ക് കാണുന്നതിന് അല്ലെ. അങ്ങനെയായി ആ കുട്ടീന്റെ മറുപടി. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ജെന്റലായിട്ട് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കുറച്ചു കൊണ്ടുള്ള നമ്മളുടെ സംസാരം എന്ന് പറയുന്നത് അവരെ തിരുത്താൻ ശരിക്കും സഹായിക്കുക ചെയ്യാം. അതാണ് ശരിക്കും അവരെ തെറ്റിദ്ധരുത്താൻ വേണ്ടി സഹായിക്കുക. പക്ഷെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അവര് ചെയ്തത് ശരിയാന്ന് ചിന്തിച്ചു കൊണ്ടേ ഇരിക്കുള്ളൂ. അപ്പം അറ്റാക്ക് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ കുറ്റങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അറ്റാക്ക് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും തെറ്റുകൾ തിരുത്താനുള്ള ഒരു അവസരമേ അല്ല. അപ്പം നമ്മൾ പോളിഷ്ഡ് ആയിട്ടുള്ള അല്ലെ
കംഫർട്ടിംഗ് ആയിട്ടുള്ള സംസാരങ്ങൾ സംസാരിച്ച് പഠിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഓരോ ഗ്യാതറിങ്ങിലും ഓരോ കുടുംബ സംസാരങ്ങളിലും ഇതുപോലെ സംസാരിക്കുന്ന അല്ലെ വൈസായിട്ട് വാക്കുകൾ ഉപയോഗിക്കുന്ന, എന്നാൽ ഇവിടെ പറഞ്ഞ എല്ലാ വാക്കുകളും സംഭവം കുറിക്ക് കൊണ്ടിട്ടുണ്ട്, കാര്യം കൺവേ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ വൈസായിട്ട് വാക്കുകൾ ഉപയോഗിക്കുന്ന, സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന, പക്ഷെ ഈ വയസ്സായിട്ട് വാക്കുകൾ ഉപയോഗിക്കുക, സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക, കംഫർട്ടിംഗ് ആയിട്ട് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ അല്ലെ ഞാനെല്ലാം സഹിക്കും അതുകൊണ്ട് എന്റെ വീട്ടിൽ സമാധാനം, ആ ടോണ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. മറ്റുള്ളവർ ചെയ്ത് തെറ്റിനെയും ഘോഷിക്കുന്ന രീതിയിൽ ആവരുത്. പകരം അവർക്കൊരു എക്സ്ക്യൂസ്, അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഇവിടെയും എവിഡന്റ്, ഐ മീൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇവിടെയും എവിഡന്റ് ആണ്. അപ്പൊ ഇവിടെ തന്നെ ഈ ഉമ്മ പറയുന്നുണ്ട് അവൾ പോയി കണ്ടിട്ടില്ല, പക്ഷെ അതിന്റെ കാരണം ഇതായിരിക്കും പറഞ്ഞിട്ട് അവർക്ക് ഒരു എളുപ്പം കൊടുക്കാണ്. തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്, ഓക്കെ, പറയാനുള്ളത് സെയിം തന്നെയാണ് പറയുന്നത്, പക്ഷെ അതിനെ കംഫർട്ടിംഗ് ടോണില് അല്ലെ, ജെന്റിൽ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ടോണിൽ ക്രിറ്റിസിസം ഒഴിവാക്കിക്കൊണ്ട് അറ്റാക്ക് ഒഴിവാക്കുമ്പോൾ അതിനുണ്ടാകുന്ന റിസൾട്ട് വേറെയാണ്. അത് ഇസ്ലാമികമാവാണ്. ഇനി വേറെ ഒരു ഉദാഹരണം, ഒരു ഇതേപോലെ ഒരു ഫാമിലി മീറ്റിംഗ്. അപ്പം അതിനകത്ത് ഒരു പെൺകുട്ടി പറയാണ്, കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ഞാൻ നല്ല മാർക്കൊക്കെ വാങ്ങിയപ്പോൾ എനിക്കിപ്പം നല്ല ഒരു അടിപൊളി നല്ല വില കൂടിയ ഒരു വാച്ച് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആങ്ങളെ പറയും നീ കളവ് പറയണം, കള്ളത്തി എന്ന് വിളിക്കും. അങ്ങനെ ഈ കാര്യം ഉപ്പാന്റെ അടുത്തേക്ക് ചെല്ലും. ഉപ്പ കണ്ടോ ഞാനിങ്ങനെ പറഞ്ഞപ്പോ ഇക്കാക്ക ഇങ്ങനെ പറഞ്ഞു, എന്നെ കള്ളത്തി എന്ന് വിളിച്ചു. അപ്പൊ ഉപ്പ വേഗം കേറിയിട്ട് വാച്ച് കൊടുത്തോ ഇല്ലേ എന്നല്ല പറയുന്നത്, കാരണം വാച്ച് കൊടുത്തോ ഇല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരാളെ സപ്പോർട്ട് ചെയ്യും, ഒരാളെ എതിർക്കുകയും ചെയ്യണം അല്ലെ. അപ്പൊ ഉപ്പ ആ കാര്യം അവിടെ മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ ചോദിക്കും, നമുക്ക് ആ കള്ളത്തി അല്ലെങ്കിൽ നീ കള്ളത്തര പറഞ്ഞേ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭംഗിയായിട്ട് അതിനെ അല്ലെ വേറൊരു രീതിയിൽ നമുക്ക് പറഞ്ഞു പഠിച്ചൂടെ, നമുക്ക് എന്നാ പറയുന്നത്, നമുക്ക് പറഞ്ഞു പഠിച്ചൂടെ, അങ്ങനെ പറയാതിരുന്നൂടെ അല്ലെ. കാരണം അവിടെ ആ ഒരു കുറ്റപ്പെടുത്തൽ വരുമ്പം ആ ടോൺ ആകെ, സിറ്റുവേഷൻ ആകെ മാറി അല്ലെ. അപ്പം അപ്പൊ അവർ തന്നെ സൊല്യൂഷൻസ് പറയും. ഈ കൂടി നിന്ന് ബ്രദറും സിസ്റ്ററും അല്ലെങ്കിൽ മറ്റുള്ളവരും എല്ലാവരും കൂടി നിന്നിട്ട് അവർ തന്നെ സൊല്യൂഷൻ പറയും. ഞാൻ അറിഞ്ഞ സ്റ്റോറി നീ അറിഞ്ഞ സ്റ്റോറിയിൽ നിന്ന് ഡിഫറെന്റ് ആണ് കേട്ടോ എന്ന് ബ്രദർ പറയും. അതായത് നീ പറയുന്ന ഉപ്പ വാച്ച് തന്നു, പക്ഷെ ഞാൻ ഈ സ്റ്റോറി ഇങ്ങനെയല്ല അറിഞ്ഞത്. ഓക്കെ, അപ്പം അത് കുറച്ചും കൂടെ മൈൽഡായി അല്ലെ. അത് അവിടെ കുറ്റപ്പെടുത്തൽ, നീ കള്ളത്തി എന്ന് പറയുന്നതിൽ നിന്ന് മാറി. അപ്പൊ അങ്ങനെ ഒരു സജഷൻ ആങ്ങളെ കൊടുക്കും. അതേപോലെ അല്ലെങ്കിൽ നീ നമുക്കൊന്നും അറിയാത്തൊരു കാര്യമാണല്ലോ അത് അല്ലെ, അവിടെ അപ്പൊ അങ്ങനെ പറയുമ്പോഴും കള്ളത്തി എന്ന് പറയുന്നത് അവിടെ ഒഴിവായി കിട്ടി, ഞങ്ങളൊന്നും അറിയാത്തൊരു കഥയാണല്ലോ അത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിനെ കുറച്ചും കൂടെ ഭംഗിയാക്കി ജെന്റിലാക്കി ക്രിറ്റിസിസം ഒഴിവാക്കി അല്ലെ. അപ്പൊ സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാണ്, അപ്പം കൂടുതൽ റെസ്പെക്ട് ഉള്ള വാക്കുകൾ ഉപയോഗിക്കാണ്. അപ്പം ഏതൊരു ടെൻസ്ഡ് ആയിട്ടുള്ള അല്ലെ വലിഞ്ഞു മുറുകെ എലാസ്റ്റിക് പോലുള്ള സിറ്റുവേഷനും എന്തായി കാം ആയിട്ടുള്ള ഒരു ഡിസ്കഷനിലേക്ക് വരും. സുബ്ഹാനല്ലാഹ്. അപ്പം അപ്രകാരം നമ്മുടെ സംസാരങ്ങളിലുള്ള ഫൈൻനെസ് അല്ലെങ്കിൽ ഗുഡ്നെസ്, നന്മ എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ്, അത് ശരിക്കും എന്താ അതിന്റെ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്, നമ്മൾ എന്താ പറയുന്നത് എന്നുള്ളത് ശരിക്കും മാറ്ററാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എല്ലാം സഹിച്ച് ഒന്നും ആരെയും കുറ്റപ്പെടുത്താണ്ട് നിന്നത് കൊണ്ട് വീട്ടിൽ സമാധാനം എന്നുള്ളതല്ല കാര്യം. പകരം എന്താണ്, നമ്മൾ സംസാരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ തെറ്റ് ചെയ്തതിന് തെറ്റെന്ന് പറയുന്നത് മാറ്റേഴ്സ് ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് എന്താണ്, അത് നമ്മൾ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിനേക്കാൾ അത് കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ പറയേണ്ട കാര്യം പറയുക എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആ കാര്യത്തെ എങ്ങനെ നമ്മൾ പറയുന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മുടെ സംസാരത്തിലെ ഫൈൻനെസ്സിനെ ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ പറയേണ്ട കാര്യം, നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയുക തന്നെ വേണം. നമുക്ക് എന്താണോ പറയേണ്ടത് നമ്മൾ അത് പറയണം. പക്ഷെ അത് പറയുന്നത് കൈൻഡ് ആയിട്ട്, ജെന്റിലായിട്ട്, ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാതെ, ഡയറക്റ്റ് കുറ്റപ്പെടുത്താതെ, വേണമെങ്കിൽ നമ്മളാണ് മോശക്കാരെന്ന് പറഞ്ഞാൽ പോലും കാര്യം അത് കൺവീഡ് ആവണം. സുബ്ഹാനല്ലാഹ്. കാരണം പറയാനുള്ളത് നമ്മൾ പറയണം, അവരെ ഹേർട്ട് ചെയ്യാതെ കംഫർട്ടിംഗ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഈസിയർ. ഇനി പലപ്പോഴും അല്ലെ നമ്മളൊക്കെ വീടുകളിൽ നമ്മൾ ഒരു പക്ഷേ കേട്ടിട്ടുള്ളതാ, ഞാൻ നല്ലോണം അങ്ങോട്ട് കൊടുത്ത് അവൾ അതിങ്ങോട്ട് പറഞ്ഞു വന്നപ്പോ അല്ലെ, അല്ലെങ്കിൽ വാപ്പ പറയാ ഓൻ പറഞ്ഞു വന്നപ്പോ ഞാൻ പള്ളം നിറച്ചും കൊടുത്ത് മിണ്ടാണ്ടായിപ്പോയി. അത് നമ്മളൊരു സക്സസിന്റെ അടയാളമായിട്ടാണ് കാണുന്നത് അല്ലെ. ശരിക്കും അതൊന്നും അഭിമാനിക്കേണ്ട കാര്യമേ അല്ല. ഷാർപ്പായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് കുത്തി നോവിച്ച് കീറി മുറിച്ചിട്ട് ഞാൻ ആ സംസാരത്തിൽ ജയിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരൊന്നും മിണ്ടാതിരിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ വിജയമായി കാണുന്നുണ്ടെങ്കിൽ ശുദ്ധ വിഡ്ഢിത്തം തന്നെയാണ്. അവര് ഒരു പക്ഷേ ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് വെച്ചിട്ട് മിണ്ടാണ്ടിരുന്നതായിരിക്കും. ഒരു പക്ഷെ നമ്മൾ പിന്നീട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മിണ്ടൂലായിരിക്കും. കാരണം പറഞ്ഞിട്ട് കാര്യമില്ലാത്ത ബുദ്ധിയില്ലാത്തവരോട് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ, ബുദ്ധിയുള്ളവർ മിണ്ടൂല. പിന്നെ
അപ്പം നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ നല്ലോണം പള്ള അർച്ചം കൊടുത്തിട്ട് ഒരു മിണ്ടാണ്ടായി എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അത് നമ്മളുടെ വീട്ടിൽ കാണാം. ഓക്കെ, അതുകൊണ്ട് ഹാർഷായിട്ട് കുത്തി നോവിക്കുന്ന വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും സംസാരത്തിൽ നമ്മൾ ജയിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇസ്ലാമികമായ ഒരു രീതിയല്ല അപ്രോച്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കുഞ്ഞി വാക്കുകളുടെ പ്രയോഗത്തിൽ പോലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനുള്ള ഹദീസുകൾ നമുക്ക് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു ഉദാഹരണത്തിന്, ഒരു ടീനേജർ ഒക്കെ കുറേ സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യണം. അപ്പം സ്വാഭാവികമായും അവരുടെ അടുത്ത് അല്ലെങ്കിൽ അവളുടെ അടുത്ത് പറയാൻ, നീ നിന്റെ ജീവിതമേ അതിന്റെ മുകളിൽ വേസ്റ്റ് ചെയ്യാം അല്ലെ, അങ്ങനെ പറയാം ഒരു പാരന്റിന്, ഒരു ഉമ്മക്ക് അല്ലെങ്കിൽ ഒരു ഉപ്പക്ക്. പകരം പറയാണ്, എനിക്ക് നിന്റെ കുറേ സമയം ഫോൺ എടുക്കുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ, നമുക്കൊന്ന് ഇരുന്നിട്ട് പ്ലാൻ ചെയ്യാം, എങ്ങനെയാണ് അതിനൊന്ന് ബാലൻസ് ചെയ്യാന്ന് അല്ലെ. അങ്ങനെ പറയുന്നതും ആദ്യം പറയുന്നത് നമ്മൾ ഭയങ്കര വ്യത്യാസമാണ്. കൺസേൺ സെയിം ആണ് ഇവിടെ അല്ലെ. അതായത് ഫോണ് ഈ കുട്ടീന്റെ ടൈം എടുക്കുന്നതാണ്, ഫോൺ കൺസ്യൂം ചെയ്യുന്നതാണ് ഇവിടെ രണ്ട് കാര്യത്തിലും പറഞ്ഞിട്ടുള്ളത്. ആദ്യം പറഞ്ഞത് നീ നിന്റെ ജീവിതം അതിന്റെ മുകളിൽ, ആ ഫോണിന്റെ മുകളിൽ നശിപ്പിച്ച് കളയും. രണ്ടാമത് പറഞ്ഞെന്താ, നിന്റെ സമയം അധികം ഫോൺ എടുത്ത് കളയുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് ഉമ്മാക്ക് അല്ലെങ്കിൽ ഉപ്പാക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ, നമുക്കൊന്ന് ഇരുന്ന് പ്ലാൻ ചെയ്യും, എങ്ങനെയാണ് അതിനൊന്നും കൂടെ ബെറ്റർ ആയിട്ട് ബാലൻസ് ചെയ്യുക. കൺസേൺസ് രണ്ടിലും ഒരേ കൺസേൺ തന്നെയാണ് പറയുന്നത് അല്ലെ. പക്ഷെ വേർഡ്സ് സോഫ്റ്റ് ആണ്, കോൺവെർസേഷൻ കാമാണ്, അവൻക്ക് അല്ലെങ്കിൽ അവന് കൊടുക്കേണ്ട റെസ്പെക്ട് ഒക്കെ കൊടുത്തിട്ടാണ്, കുറ്റപ്പെടുത്തൽ ഇല്ലാണ്ടാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അത് എന്താണ്, നമ്മളുടെ പ്രിൻസിപ്പൾസിനൊക്കെ അലൈൻഡ് ആയി എന്ന് മാത്രമല്ല റിസൾട്ട് ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ്. ആദ്യത്തെ കാര്യത്തിൽ ആ കുട്ടി ഒരു റബലായി മാറാനുള്ള ചാൻസ് അതിഭയങ്കരമാണ് അല്ലെ. വീണ്ടും വീണ്ടും ആ ഒരു കാര്യം കൂട്ടിക്കൊണ്ടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിന്റെയൊക്കെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധൃതിയിലാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അല്ലെ. നമുക്ക് എല്ലാത്തിനും പെട്ടെന്ന് റിസൾട്ട് വേണ്ട ആൾക്കാരായതുകൊണ്ടാണ്, ആ അക്ഷമ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള സംസാരങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മുടെ ബേസ് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു, അപ്പോഴേ നമുക്ക് ഇതിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനും അങ്ങനെ കുടുംബത്തിന്റെ അകങ്ങൾ ഭംഗിയുള്ളതാക്കാൻ വേണ്ടിയിട്ട്, അത്തരത്തില് സന്തോഷത്തിന് വേണ്ടി നമുക്ക് ശരിക്കും പുറത്തൊരു സ്ഥലത്തും പോകണ്ടാത്ത രീതിയിൽ നമ്മുടെ കുടുംബം, നമ്മളെ സംസാരങ്ങളും നമ്മുടെ രീതികളും കുടുംബത്തിൽ മാറിയാൽ തന്നെ ശരിക്കും നമുക്ക് അത് മതിയാവും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മളെ ഒരുപാട് മാറ്റാൻ പറ്റും. നമ്മൾ ഈ പഠിക്കുന്ന ക്ലാസ്സുകളിലുള്ള അത്രയും ഖുർആനിൽ പഠിക്കുന്ന ഓരോ ആയത്തുകളും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് നമ്മളുടെ വീടുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള ഡയലോഗുകൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്വഭാവങ്ങളെ അല്ലെ ജന്നാ റെഡി ആക്കാൻ വേണ്ടിയിട്ടുള്ള തൗഫീഖ്, അതിനുള്ള എളുപ്പം നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. നമ്മൾ ഈ സ്മൂത്ത് ഡയലോഗിന്റെ കാര്യത്തിൽ പറഞ്ഞ എല്ലാ പോയിന്റും കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് സമ്മറൈസ് ചെയ്ത് പോവാം. അപ്പം നമ്മൾ ഏതൊരു ഡയലോഗും രണ്ടുപേര് തമ്മിലുള്ള അല്ലെങ്കിൽ കുറെ ആളുകൾ തമ്മിലുള്ള ഡയലോഗ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ വീട്ടിന്റെ കാര്യം, ഫാമിലിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. സംസാരിക്കുമ്പോൾ നമ്മൾ ശരിക്കും നമുക്ക് പറയാനുള്ള ആശയങ്ങൾ ആണ് അവിടെ കൺവേ ചെയ്യുന്നത് അല്ലെ. നമ്മളുടെ വാല്യൂ, നമ്മളുടെ ഒരു അന്തസ്സത്ത് അല്ലെങ്കിൽ നമ്മളെ ഉള്ള എന്താണെന്നുള്ളത് നമ്മൾ അവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ മാനേഴ്സ് നമ്മൾ കാണിക്കുന്നുണ്ട്. നമുക്ക് എത്ര സംസ്കാരം ഉണ്ടെന്നാണ് നമ്മൾ ശരിക്കും സംസാരങ്ങളിലൂടെ കാണിക്കുന്നത് അല്ലെ. പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് നമ്മളെ അജണ്ടകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെ. എവിടെയെങ്കിലും ഒന്ന് കുത്തി നിർത്താനുണ്ടെങ്കിൽ, ഞാൻ ശരിയാണെന്ന് കാണിക്കാൻ, മറ്റുള്ളവർ തെറ്റാണെന്ന് കാണിക്കാൻ, അപ്പൊ അതിൽ നിന്ന് കിട്ടുന്നത് നമ്മള് താൽക്കാലികമായ ആ ഒരു സുഖം, അതാണ് പലപ്പോഴും നമ്മുടെ സംസാരങ്ങളിൽ പ്രതിഫലിക്കാറ്. പകരം നമ്മൾ ഓരോ സംസാരങ്ങളും നമ്മൾ പറയാനുള്ള ആശയങ്ങൾ പറഞ്ഞിരിക്കണം. നമ്മളുടെ വാല്യൂ അല്ലെ, നമ്മളുടെ മാനേഴ്സ്, നമ്മൾ എത്രത്തോളം സംസ്കാരമുള്ളവരാണ്, എത്രത്തോളം ഖുർആൻ ഉൾക്കൊണ്ടവരാണെന്ന് കാണിക്കുന്നവയായിരിക്കണം നമ്മളുടെ ഓരോ സംസാരങ്ങളും. അതുപോലെ നമ്മളുടെ ഓരോ കുടുംബങ്ങളിലുള്ള ഓരോ സംസാരങ്ങളുടെയും മെയിൻ എയിം എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉദ്ദേശിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ കാര്യം നടക്കാനാണ് സംസാരിക്കുന്നത്, അതിനേക്കാളും മേലെ നിൽക്കേണ്ട എയിമാണ് ആ ബന്ധം, ആ ആൾക്കാർ തമ്മിലുള്ള, ആരൊക്കെ തമ്മിലാണോ സംസാരിക്കുന്നത് അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട്, ലവ്, ആ ഒരു ഐക്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞ് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതിനേക്കാളും ആ ഐക്യത്തിന്, ആ ഒരു സ്നേഹബന്ധത്തിനായിരിക്കണം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനനുസരിച്ചുള്ള ടോണും അതിനനുസരിച്ചുള്ള വാക്കുകളും ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി പൊതുവെ ചെറിയ കുട്ടികൾ, അതായത് ഈ യങ് ആയിട്ടുള്ള ആൾക്കാർ വലിയവരുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യുമ്പോൾ നാച്ചുറലി എപ്പോഴും അവർ റെഡിമെയ്ഡ് സൊല്യൂഷന് വേണ്ടിയിട്ടല്ല അവർ കംപ്ലൈന്റ് ചെയ്യുന്നത്. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ, അവരെന്തെങ്കിലും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് ആ ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു കെയർ കിട്ടാൻ വേണ്ടിയിട്ട്, അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവരത് പലപ്പോഴും പറയുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് അതാണ്.
പിന്നെ നമ്മളൊരു കോൺവെർസേഷനിൽ വളരെ ക്ഷമയോടുകൂടി അവർ പറയാനുള്ളത് മുഴുവൻ പറയാൻ കേൾക്കുക എന്ന് പറയുന്നത് ശരിക്കും അതൊരു ഗിഫ്റ്റ് തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. കാരണം മറ്റേ ആൾക്ക് അപ്പം നല്ല ഫ്രീ ആയിട്ട് ഓക്കെ എന്റെ ഹൃദയത്തിനെ ഇവിടെ തുറന്ന് പറയാൻ പറ്റും എന്നുള്ള ആ ഒരു തോന്നൽ അവർക്ക് ഉണ്ടാക്കും അല്ലെ. അത് ശരിക്കും ഇന്നത്തെ കാലത്ത് കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് അല്ലെ. നമ്മൾ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് അത്. സുബ്ഹാനല്ലാഹ്. പിന്നെ പലപ്പോഴും ഈ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളുടെ ഫീലിംഗ് തന്നെ പറയുന്നത് അവരുടെ പാരന്റ്സ് അവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ലെക്ചർ സെഷനാണ്. അത് ഒന്നെങ്കിൽ അവരെ ഉപദേശിക്കുക അല്ലെങ്കിൽ അവരോട് കാര്യങ്ങൾ കൽപ്പിക്കുക. അത് അവര് രണ്ട് സൈഡും തമ്മിലുള്ള ഒരു ഡയലോഗ് ആയിട്ട് ഒരിക്കലും മാറാറില്ല അല്ലെ. പലപ്പോഴും നമ്മളുടെ സംഭാഷണങ്ങൾ നമ്മൾ കുട്ടികളുടെ അടുത്ത്, യൂത്തിന്റെ അടുത്ത്, പ്രത്യേകിച്ച് ടീമിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അങ്ങനെ ആയി മാറുന്നു എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് ജനറലി ഉണ്ട്. അത് നമ്മൾ മാറ്റി കൊണ്ടുവരണം. പിന്നെ എപ്പോഴും നമ്മളൊരു ഫാമിലി ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഹാർഷായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിച്ചു വെച്ച് ഇലാസ്റ്റിക് പോലെ ആക്കാതെ ലൈറ്റ് ആയിട്ട് എല്ലാവർക്കും ലൈഫ് ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്ന, മറ്റുള്ളവരെ കൂടുതൽ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവർക്ക് ഒരു എക്സ്ക്യൂസ് കണ്ടെത്തുന്ന രീതിയിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ കൂടുതൽ അവർക്ക് ആ ഒരു സംസാരങ്ങൾ കുടുംബത്തിന്റെ കൂടെ ആയിരിക്കുന്നത് ഹാപ്പി ആയിട്ട് മാറും ആളുകൾ. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഒരുപാട് പുറത്ത് നമ്മളെ സന്തോഷം അന്വേഷിച്ച് പോകേണ്ടി വരില്ല. നമുക്കല്ല, എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും അത് കൂടുതൽ അപ്ലിഫ്റ്റിംഗ് ആയിട്ട് മാറും. സുബ്ഹാനല്ലാഹ്. പിന്നെ ഒരു സ്മൂത്ത് ഡയലോഗ് എന്ന് പറയുന്നതിന്റെ അതിന്റെ കീ അല്ലെങ്കിൽ അതിന്റെ ശരിക്കും താക്കോൽ എന്ന് പറയുന്നത് നമ്മൾ വളരെ സംസ്കാരത്തോടു കൂടിയുള്ള വാക്കുകൾ, ഒക്കെ മോശമല്ലാത്ത വൾഗറല്ലാത്ത ക്രിട്ടിസൈസ് ചെയ്യുന്ന, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താത്ത അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സിനെ മാനിച്ചുകൊണ്ടുള്ള ജെന്റിൽ ആയിട്ടുള്ള വാക്കുകളാണ് ഒരു സ്മൂത്ത് ഡയലോഗിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. അതേപോലെ റെസ്പെക്ട്ഫുൾ ആയിട്ട് മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ട്, അത് എത്ര ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ബഹുമാനം കൊടുത്തിട്ടുള്ള പോളിഷ്ഡ് ആയിട്ടുള്ള ടോണ്, ആറ്റിറ്റ്യൂഡ്, അതൊക്കെയും എന്താണ് ഒരു സ്മൂത്ത് ഡയലോഗിന്റെ അടിത്തറകളാണ്. ആൻഡ് നമ്മൾ പറയുന്നത് എന്ത് എന്നുള്ളതിനേക്കാളും എങ്ങനെ എന്നുള്ളതാണ് പലപ്പോഴും മോർ ഇമ്പോർട്ടൻറ്റ്. പറയാനുള്ളത് നമ്മൾ കൺവേ ചെയ്തിരിക്കണം, പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓപ്പോസിറ്റ് സൈഡിന് അത് കാമായിട്ട് കംഫർട്ടിംഗ് ആയിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ ശരിക്കും അവരുടെ ടോണ് സ്വിച്ച് ചെയ്യിക്കാൻ പറ്റുന്ന, നല്ല രീതിയിൽ സ്വിച്ച് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പം ആക്ടിവിറ്റിന്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും പറയുന്നില്ല. കാരണം പലപ്പോഴും നമ്മൾ ചെയ്യാൻ പറയുമ്പോഴും ആർക്കും അതിനെ ഒന്നെങ്കിൽ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പെട്ടെന്ന് 2 ദിവസം കൊണ്ടും 3 ദിവസം കൊണ്ടൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ കുറേ കാലം ട്രൈ ചെയ്യേണ്ടതാണ്. പകരം നമ്മൾ പറയാതെ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിന്റെ ചിന്തകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇനിയിപ്പം അതും ഒഴിവാക്കാതെ നിങ്ങൾക്ക് റിഫ്ലക്ഷൻസ് ആയിട്ട് തന്നെ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സുകളോ കൂടുതൽ നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത പോയിന്റ്സ് മറ്റുള്ളവർക്ക് നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ചിന്തയായിട്ട് ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ റിഫ്ലക്ഷൻസ് ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം തേഴ്സ്ഡേ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ റിഫ്ലക്ഷൻസ് ആയിട്ട് ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഈ സംസാരങ്ങളുടെ അത് സ്മൂത്ത് ഡയലോഗിന്റെ കാര്യത്തിൽ ഇൻഷാ അല്ലാഹ്. അപ്പം അത്രയും പറഞ്ഞിട്ട് ഇന്നത്തെ സെഷൻ കൺക്ലൂഡ് ചെയ്യാണ്. അൽഹംദുലില്ലാഹ്. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. ربنا اجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ربنا اجعلنا مقيم الصلاة ومن ذريتنا ربنا تقبل دعاء. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.